ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അന്നും തോമസ് ഐസക് അവിടെ ND നാലപ്പാട് തോമസ് ഐസക് അന്ന് അവിടെ സ്കോളേഴ്സാണ്. IS ഗുലാത്തി കേന്ദ്രാജ്. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വന്നിട്ട് ഇടയ്ക്ക് അവിടുത്തെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ടായിരുന്നു. ഞാനും അവിടെ ഒരു റിസർച്ച് സ്കോളറായിട്ട് തുടങ്ങിയതാണ്. അതെ, എൻ്റെ സ്റ്റുഡൻ്റാണ് തോമസ് ഐസക്. അത് ശരി. ഞാൻ MPhil കഴിഞ്ഞപ്പോൾ എന്നെ അവർ ഫാക്കൽറ്റിയിലെടുത്തു. അപ്പോൾ ആ വർഷം തോമസ് ഐസക് അവിടെ സ്റ്റുഡൻ്റായിട്ട് MD നാലപ്പാട്ട് എൻ്റെ കൊളീഗായിരുന്നു. പുള്ളി ഉണ്ടോ? MD നാലപ്പാട് ഇപ്പോഴും ആരോഗ്യവാനായിട്ട്? അതെ അതെ, MD നാലപ്പാട്ട് ഇന്നലത്തെ ടെലിവിഷനിൽ, നാഷണൽ ടെലിവിഷനിൽ. പിന്നെ അദ്ദേഹം വിദേശകാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മുടെ ഫാമിലിക്ക് ഈ തരകൻ സ്ഥാനം കിട്ടിയതിനെ കുറിച്ചുള്ള എങ്ങനെയാണ്? തരകൻ സ്ഥാനം വഴിക്കിടന്ന് കിട്ടിയ സാധ്യതയുണ്ട്. എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും അല്ല, മഹാരാജാവ് തന്നെന്നോ അങ്ങനെ? എല്ലാ കാര്യങ്ങളും ആളുകൾ കുറേ കഴിയുമ്പോൾ പറയും മഹാരാജാവ് തന്നാണ്, മറ്റേ ആൾ തന്നാണ്, മറ്റേ ആൾ തന്നാണ്. പിന്നെ എൻ്റെ ഉപ്പാപ്പൻ, അതായത് എൻ്റെ അമ്മയുടെ അപ്പൻ കുണ്ടൂപ്പറമ്പിൽ പാപ്പൻ ചേട്ടൻ എന്ന് പറയുന്ന പാലാ പ്രദേശത്തെ ഒരു പ്രസിദ്ധനായ പ്ലാന്റേഷൻ ഓണറായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടെ. 10-15 ഏക്കർ ഭൂമി മലയോരം പിടിച്ചെടുത്തു, കൃഷി ചെയ്തു, ഏറ്റവും വലിയ പ്ലാന്റേഴ്സിലൊരാളായി. അദ്ദേഹം ഒരു തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. എൻ്റെ ഓർമ്മയിലുമൊക്കെ എപ്പോഴും തലയെക്കെട്ട്. ഈ പള്ളിയിൽ കുർബാന കാണാൻ ചെല്ലുമ്പോഴും അച്ഛന്മാരെ കാണുമ്പോഴും മാത്രം അല്ലെങ്കിൽ. അപ്പോൾ പാലാ പ്രദേശത്തുള്ള ആളുകളുടെ വിശ്വാസം ഇത് മഹാരാജാവ് അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ചിരിച്ചുകൊണ്ട് പറയും, കുറേ കഴിയുമ്പോൾ ഇത് ഇന്ത്യ ചക്രവർത്തി, എന്നിട്ട് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ കണ്ടുവരുന്നത്, ബ്രിട്ടീഷ് ചക്രവർത്തി തന്നാന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും. നമുക്കിങ്ങനെയൊരു ടെൻഡൻസി ടു എക്സാജറേറ്റ്. അപ്പോൾ പാലാ പ്രദേശത്ത് ഇവിടെ കുടിയേറിയതാണ്, ഇവിടെ വന്ന് താമസം? അല്ലല്ല, പാലായുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ കാര്യമാണ്. അമ്മ അവിടെ നിന്ന് കല്യാണം കഴിച്ചു. എവിടുന്ന് വന്നാൽ ശരിക്കും ഈ ഫാമിലി എവിടുന്നാ ഇവിടെ വന്നു? ഇവിടുത്തെ ഈ നിങ്ങൾ കോപ്പി തരാനില്ല എനിക്കത്. പ്രൊഫൈൽസ് ഓഫ് ആറായിട്ടത് ഇത് പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട്, അത് നോക്കിയാൽ തന്നെ അറിയാതെ. അല്ല, അതല്ല, നമ്മളിപ്പോൾ തച്ചിൽ മാത്തു തരകൻ എന്നൊക്കെ പറയുന്ന നാട്ടിലെ ആൾക്കാർ. തച്ചിൽ മാത്തു തരകന് ഞങ്ങൾ ഒരു ബന്ധമില്ല. പക്ഷെ സൂസൻ ബെയ്ലി എന്നറിയപ്പെടുന്ന ലോ പ്രശസ്തിയായ ഒരു ഗവേഷക, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അവർ ഇന്ത്യയിൽ വന്നു. കേരളത്തെ ഇന്ത്യയുടെ ഈ ഫോർമേഷൻ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ, 18-ാം നൂറ്റാണ്ടിലുണ്ടായ വികസനങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു പേപ്പർ എഴുതി. ആ പേപ്പറിന് വേണ്ടിയിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് വളരെ ഒരു എക്സ്റ്റെൻസീവായിട്ട് അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അവരോട് എനിക്കറിയാവുന്ന, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് പകുതി അവർക്ക് മനസ്സിലായി കാണുകയല്ല, ഞാൻ നമ്മുടെ നാടൻ ആക്ഷനിലൊക്കെ ആയിരിക്കും സംസാരിച്ചത്. എന്തായാലും അവരെഴുതി വന്നപ്പോൾ തച്ചിൽ മാത്തു തരകൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ തച്ചിൽ മാത്തു തരകൻ പണ്ട് വലിയ ആളായിരുന്നു, പിന്നെ ആളുകളായിരുന്നു ഇവരാണ്. അപ്പോൾ അത് അമ്പാടെ തെറ്റാണ്, ചരിത്രപരമായിട്ട് തെറ്റാണ്. അദ്ദേഹത്തിന് മാത്തൂത്തരകൻ വലിയ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം പ്രസിദ്ധനും വ്യാപാരിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഞങ്ങളുമായിട്ട് അല്ല, ഞാൻ പറഞ്ഞ ഈ തരകൻ സ്ഥാനം എന്ന് പറയുന്നത്, ഈ തരകൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ, തരകെന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ്. അപ്പോൾ ആരൊക്കെ ഇപ്പോഴും തരകന്മാർ ധാരാളം പേരുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനൊരു കണക്കെടുത്ത് നോക്കി, റഫായിട്ട് കണക്ക് നോക്കിയപ്പോൾ കേരളത്തിലൊരു 10,000-4,000 തരകന്മാരുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കൊച്ചി മീൻ പിടിക്കുന്നവരാണ്, മീൻ തരകന്മാരാണ് ഏറ്റവും പ്രസിദ്ധം. നീണ്ടകരയിലും അതുപോലെ തന്നെ മീൻ തരകന്മാർ. പിന്നെ കൊല്ലത്ത് ഡച്ചുകാരുടെ കാലത്ത് ഗണപതി തരകൻ, സുബ്രഹ്മണ്യ തരകൻ, ഹിന്ദു തരകൻ,
അത് ഇത് ഹിന്ദുവും ക്രിസ്ത്യാനിയും അല്ല ഒന്നും അല്ല. അല്ല ഇതെല്ലാം അല്ല ഞാൻ പറഞ്ഞത് ഹിന്ദു പേരുള്ള അതെ അല്ല ഞാൻ പറഞ്ഞത് ഈ തരകന്മാരെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗവും അല്ല. അല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തരായിട്ടുള്ള തരകന്മാർ നമ്മുടെ ഈ മമ്മൂട്ടി അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ, പിന്നെ പാലക്കാട്ടടുത്തുള്ള അവർക്ക് തരകൻസ് ഹൈസ്കൂളും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട്. വലിയ വലിയ പ്രമാണിമാരാണ് ഇത്. ഹൈന്ദവരാണ്. അല്ല അത് മാത്രമല്ല ഞങ്ങളവിടെ ജൈനന്മാർ തരകന്മാരുണ്ട്. വീരേന്ദ്രകുമാറിൻ്റെ അളിയൻ ഒരു തരകനാണ്. എല്ലാവരും പിന്നെ ഇവിടെ ഈ പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു പിന്നെ മാൻസ്ക്രിപ്റ്റ് അത് നമ്മുടെ മലയിൽ നമ്മുടെ കാലടി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുണ്ട് മലയിൽ. മലയിൽ ഒന്നാം തരം ബുക്കുകളൊക്കെ എഴുതുന്ന ആളാണ്. പ്രൊഫസർമാരി എന്ന് പറഞ്ഞൊരു ഭയങ്കര എക്സലൻറ്റ് ബുക്ക് എഴുതിയിരുന്നു. അദ്ദേഹം ആ ബുക്ക് ഇത് എനിക്കൊരു കോപ്പി അയച്ചു. അത് ഈ ഇന്റർപ്രറ്റിങ് അതിൽ ഒരു തരകനെ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന ആ റോഡുണ്ട്. ആ റോഡിൽ 2-3 വലിയ കടത്തുണ്ടായിരുന്നു. അതിലൊരു പ്രധാന കടത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കൈമൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കൈമളുമായി ആ കൈമളിൻ്റെ അടുക്കൽ ആശ്രയം ചോദിച്ചു എന്ന ഒരാൾ അയാൾ തരകനാക്കി അയാൾക്ക് സ്ഥലം കൊടുത്തു. ഈ വൈക്കത്തെടുത്താണ്. അപ്പം അങ്ങനെ പലരെയും തരകന്മാരാക്കി. അതൊരു ബിസിനസ് ക്ലാസ് എന്നുള്ള അർത്ഥത്തിലല്ലേ നമുക്കാണ്. ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിയായ ബിസിനസ് ഒന്നും അല്ല ഇത്. ഇത് നമ്മുടെ കാഷ് ക്രോപ്സ് കേരളത്തിൽ നമ്മുടെ കൃഷിയുടെ ഒരു പ്രധാന സ്വഭാവമാണല്ലോ. പൊതുവെ ഫുഡ് ഗ്രെയിൻസ് മാത്രമല്ല, നമ്മൾ കാഷ് ക്രോപ്സും പണ്ട് മുതൽ കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പം കാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന് കച്ചവടമുണ്ട്. അപ്പോൾ അതിന് കച്ചവടം ചെയ്യാനായിട്ട് ആൾക്കാർ വേണം, ഒരു കൂട്ടർ വേണം. അപ്പോൾ അതിൽ ഏർപ്പെട്ടിരുന്നവരെയും തരകന്മാർ നിയമിച്ചു. പിന്നെ മീനായിരുന്നു നമ്മുടെ വേറൊരു മീൻ കൈകാര്യം ചെയ്യുന്നവർ. പിന്നെ നമ്മുടെ എല്ലാ ചന്തകളിലും തരകന്മാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഇതേക്കുറിച്ച് തിയററ്റിക്കലായിട്ട് ചിലരൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. പുത്തേഴത്ത് രാമമേനോൻ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ശക്തൻ തമ്പുരാൻ പിന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ നമ്മുടെ തൃശ്ശൂർ പൂരം തുടങ്ങിയത്. തൃശ്ശൂർ പൂരം തുടങ്ങിയപ്പോൾ അതിന് പന്തൽ കെട്ടാനായിട്ട് പിന്നെ ഒരു കൂട്ടരെ ഏൽപ്പിച്ചു. ആ കൂട്ടരാണ് തരകന്മാർ, ഈ പാറായി തരകന്മാർ, ഞങ്ങളുടെ കുടുംബക്കാർ. ഈ തരകന്മാരിൽ തന്നെ ഓരോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പേര് പാറായി തരകന്മാരുണ്ട്. അപ്പോൾ ഈ പാറായി തരകന്മാർ അങ്ങനെയാണ് അവർക്ക് പ്രശസ്തി ഒക്കെ കിട്ടിയത്. അതെവിടെ നിന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടിയിരുന്നുള്ളതൊന്നും നമുക്കൊരു പിടിയില്ല. എന്തായാലും ഞങ്ങളെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് എൻ്റെ ബ്രദറ് പിന്നെ ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് പോലെ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് പോലത്തെ അവിടുത്തെ പ്രധാന യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. എല്ലാം അവിടെയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹം എക്കണോമിക്സിലാണ് പേപ്പറുകളൊക്കെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ അദ്ദേഹത്തിന് 62 മുതൽ നോട്ടുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടുകൾ ഞാനൊരു ചരിത്രകാരനായതുകൊണ്ട് എന്നോട് ചോദിച്ചു. ഐ വാസ് ദ മെയിൻ റിസർച്ച് ടെക്നോളജി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കിട്ടാവുന്നത്രയും രേഖകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ ഓല രേഖകളുണ്ട്. അതെല്ലാം കൂടെ വെച്ച് ആഞ്ഞ് പിടിച്ച് ആലോചിച്ച് നോക്കിയിട്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 1791 തൈക്കാട്ടുശ്ശേരിയിൽ സെയിൻറ്റ് ആൻ്റണീസ് പള്ളി പണിയുന്നു. ആ പള്ളി പണിയുന്നതിൽ ഞങ്ങളാണ് ഒരു പ്രധാന ഗ്രൂപ്പ്.
1791 പള്ളി പണിയണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു 50 കൊല്ലമെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് തന്നെ ഇവിടെ വന്നു എന്നാണ് വിശ്വാസം. എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് രേഖകളൊന്നുമില്ല. പഴുവിൽ എന്ന് പറയുന്ന ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത്, ഇരിഞ്ഞാലക്കുട, ആലപ്പാട്ട്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നാണ് പഴുവിൽ. പഴുവിൽ സെയിൻറ്റ് ആൻ്റണീസ്, അവിടെ ഇപ്പോൾ അതൊരു കുറേ ചർച്ചായി. അത് 9-ാം നൂറ്റാണ്ടിൽ മത്തമറിയം പള്ളി എന്ന് പറഞ്ഞുണ്ടായിരുന്നതാണെന്നാണ് വിശ്വാസം. അത് പിൽക്കാലത്ത് പോർച്ചുഗീസുകാർ വന്ന് ഈ മത്തമറിയം പള്ളികളൊക്കെ അവർ ബാൻ ചെയ്തല്ലോ, ഇല്ലാതാക്കി. ആ സ്ഥാനത്ത് അവർ സെയിൻറ്റ് ആൻ്റണിയെ കൊണ്ടുവന്നു. സെയിൻറ്റ് ആൻ്റണിയുടെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യയിലെ ഒരു ആരാധനാ സ്ഥാനം ആയിരിക്കണം അത് എന്നൊരു സ്പെക്കുലേഷനുണ്ട്. അല്ല, ഇരിഞ്ഞാലക്കുടയല്ല, ഈ പഴുവിൽ. ഇരിഞ്ഞാലക്കുടയുടെ അധികം ദൂരെ അല്ലാത്ത സ്ഥലമാണ് പഴുവിൽ. പഴയ ഊര് പഴുവിൽ എന്നാണ്. പാലയൂരുമായിട്ട് ബന്ധം വരുമോ? പാലയൂർ സെന്റ് തോമസ് പാലയൂരുമായിട്ടൊന്നും, പക്ഷെ പാലയൂരൊക്കെ അടുത്ത പ്രദേശങ്ങളാണ്. പക്ഷെ അവിടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തായിട്ട് പഴയതായിട്ടുള്ള കുറെ മെഗാലിസുണ്ട്. അത് ഈ സ്ഥലത്തായിരിക്കണം എന്നാണ് ഞാൻ. പക്ഷെ ഇവരൊന്നും മെഗാലിസിനെ കുറിച്ച് അതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് അത് BC 300-ലാണല്ലോ. അതെ, BC 300. ഇത് BC 1700. ഇത്രയും 10-12 നൂറ്റാണ്ടുകൾ. അല്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളങ്ങനെ പഴക്കമുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ വിട്ടുപോകില്ലല്ലോ. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഓർമ്മയിൽ നിന്നിട്ട്. അല്ല, പഴക്കമുള്ള സ്ഥലത്ത് ആളുകൾ പോയി താമസിക്കുന്നു എന്നുള്ളതല്ലാതെ പഴയ കാലത്തെ ആളുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമോ ഈ DNA വഴിയോ കൊണ്ടോ നമുക്ക് അറിഞ്ഞില്ല. എന്തായാലും അല്ലാത്ത ബന്ധങ്ങളൊന്നും നമുക്ക് രേഖകളില്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്നത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ കൃഷ്ണഗിരി വില്ലേജാണ്. ബത്തേരി ഒരു 7 മൈൽ, പഴയ കാലത്താണ് 5 മൈൽ, ഒരു 8 കിലോമീറ്റർ. അവിടെ എൻ്റെ തോട്ടം എന്ന് വെച്ചാൽ എൻ്റെ പട്ടയ ഭൂമി 6 കല്ലറകളുണ്ട് കാലത്ത്. അതിലൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കുന്നിൻ്റെ ചെരുവുകളിൽ വേറെ കല്ലറകളുമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൃഷ്ണഗിരി മുതൽ അമ്പലവയൽ വരെ നീട്ടിയെടുക്കുന്ന ഒരു 1200 ഏക്കർ സ്ഥലത്ത് 200ഓളം കല്ലറകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ശ്രീധരമേനോൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അത് 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലെല്ലാം തന്നെ കല്ലറകളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. അത് 1823 ബാബിങ്ടണാണ് ആദ്യമായിട്ട് മറ്റേ ഇവിടെ മലബാറിലെ പാണ്ഡുക്കുഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനം എഴുതി ആദ്യമായിട്ട് ഈ സബ്ജക്റ്റ് കൊണ്ടുവന്നു, പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനീ പറഞ്ഞത് എൻ്റെ തോട്ടത്തിലുള്ളത്. എൻ്റെ തോട്ടം എന്ന് പറയാൻ എൻ്റെ പട്ടയത്തിൽ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇരിഞ്ഞാലക്കുട വളരെ പഴയ ചരിത്രമുള്ള സ്ഥലമാണ്. അതിനടുത്താണ് മുസൂറിസ് നമ്മളിപ്പോൾ മുസൂറിസ് ആണെന്ന് വിശ്വസിക്കുന്ന കൊടുങ്ങല്ലൂർ. അതാണോ അല്ലയോ എന്ന് ഇപ്പോഴും ആർക്കും തീർച്ചയില്ല. അപ്പം ചിലർ പറയും പട്ടണം എന്ന് പറയുന്നതാണ് മുസൂറിസ്, ചിലർ പറയും അതല്ല, മുസൂറിസ് വേറെയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സാക്ട് സയൻസ് അല്ല. ഇങ്ങനെ വേരിയേഷൻസ് അത് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ വിശ്വസിച്ചിരുന്ന പലതും നമ്മൾ തന്നെ ചോദ്യം അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. അതെ, ചോദ്യം ചെയ്യും. അപ്പം എൻ്റെ ഒരു ധാരണയിൽ മുസ്ലിംസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് പാലയൂർ മുതൽ പറവൂർ വരെ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള ആ പ്രദേശത്തെയാണ് ആയിരിക്കണം മുസ്ലിംസ് എന്ന് പറഞ്ഞിരുന്നത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആ പ്രദേശത്തു നിന്ന് മുഴുവൻ ഈ ഇതുപോലെയുള്ള എന്തെങ്കിലും ആർട്ടിഫാക്ട്സ് കിട്ടണ്ടേ? അല്ല, അതുണ്ടാവും. നമ്മളതിനെ കുറിച്ചിട്ടല്ല ഞാൻ. ചരിത്രകാരന്മാർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് വിനയമാണ്. അതെ, ഞാൻ പറയുന്ന മുയലിന് 3 കൊമ്പുണ്ട് എന്നല്ല പറയുന്നത്. ഇവർ പറയുന്നത് കേരളത്തെക്കുറിച്ചായിരിക്കാം, അതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ 3-4 വലിയ പട്ടണ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്.
അതിലൊന്നായിരിക്കാം മുസൂറിസ്. മുസൂറിസിൻ്റെ പേരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇങ്ങനത്തെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ രംഗത്തൊന്നുമല്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ കൊളോണിയൽ പീരീഡും അതിന് ശേഷവും ഉള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസാണ്. അപ്പോൾ ആ കാലത്ത് എങ്ങാൻ ചെന്നിട്ട് ഇതുപോലെ സ്പെക്കുലേറ്റീവായിട്ട് വല്ലതും എഴുതി ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യും? അല്ല, അതൊരിക്കലും ഇല്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഗ്രീക്ക് റോമൻ രേഖകളിൽ പറയുന്നതായിട്ടുള്ള പേരുകളാണ്. അതായത് ഇപ്പം നൗറ എന്ന് പറയുന്നത് അതല്ല നിട്രിയാസ് എന്ന് പറയുന്നത് നേത്രാവതി എന്ന് മംഗലാപുരമാണ്. നൂറ എന്ന് പറയുന്നത് കണ്ണൂർ എന്ന്. തിൻഡീസ് ഇത് നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് ഞാനിതെടുത്ത് പ്രധാനമായിട്ടും ഡോക്ടർ മോദിചന്ദ്രയുടെ സാത്വാഹൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിനാണ് ഞാനെടുത്തിട്ടുള്ളത്. അപ്പോൾ നിട്രിയാസും നൂറയും തിൻഡീസും മുസ്രീസും പൊറാക്ക എന്ന് പറയുന്നതായിട്ടുള്ള പുറക്കാടും നെൽക്കിണ്ട എന്ന് പറഞ്ഞ നിലയ്ക്കലും ഇത് അവരുടെ പേരുകളാണ്. അവർ രേഖപ്പെടുത്തിയിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾക്ക് മോദിചന്ദ്ര പകർത്തിയായിട്ടുള്ള പേരുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പേരുകളിൽ ഈ പറയുന്ന മുസ്ലിസ് എന്നത് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ നീളം വരുന്ന കടലോര നഗരങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തിൻഡീസ് എന്ന് പറഞ്ഞ കൊയിലാണ്ടി മുതൽ കടലുണ്ടി വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 30-40 കിലോമീറ്റർ നീളത്തിലുള്ള സ്ഥലത്തെയാണ് മൊത്തമായിട്ട് ഇതിൽ തിൻഡീസ് എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുന്നത്. അതേപോലെ ആയിരിക്കണം ഈ മുസ്ലിംസ്. എനിക്ക് പറഞ്ഞാൽ ബെൻഹമാഷിൻ്റെ ഒരു ഹൈപ്പോത്തീസിസ്, ആ ഹൈപ്പോത്തീസിസിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ഥലങ്ങളൊക്കെ അതൊക്കെ താങ്കളുടെ വർക്കിൽ താങ്കൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വിശ്വസിക്കുന്നത്? ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ഇന്ന ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി കാണാം. പിന്നെ ലോസ്റ്റ് ട്രൈബ് ഓഫ് ദ ജ്യൂസ് മസ്റ്റ് ഹാവ് കം, അവരിവിടെ താമസിച്ചതാണ്, അവരുടെ ശവക്കല്ലറകളായിരിക്കാം ഇത് എന്നൊരു നല്ലൊരു ഹൈപ്പോത്തീസിസ് യു ക്രിയേറ്റ് അതിനെ അത് മുഴുവൻ വെറുതെ ആലോചിച്ച് പറഞ്ഞാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനല്ല. അതിന് ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ഇത് ഫിറ്റിങ് ചെയ്യുമോ എന്ന് ആദ്യം നോക്കാം. ഇപ്പം ഞാൻ ആ ബുക്ക് റിവ്യൂ ചെയ്യേണ്ടി വരികയാണ്, ഞാൻ ചെയ്യുന്നതായിരിക്കാം ഈ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ. ഈ ഫ്രെയിം വർക്കിന് വിരുദ്ധമായിട്ട് ബെനർ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പോയിന്റ് ഔട്ട് പറയണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഈ ഫ്രെയിം വർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് വേറൊരു ഹൈപ്പോത്തീസിസ്, ആ ഹൈപ്പോത്തീസിസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം, ഞാനത് അവതരിപ്പിക്കണം. എന്നിട്ട് അതും ഇതും തമ്മിൽ ഒരു ചർച്ച നടക്കും, ഒരു ഹെൽത്തി ഡിബേറ്റ് നടക്കും. ഇങ്ങനെയാണ് ചരിത്രം ലോകത്തെല്ലായിടത്തും. കേരളത്തിൽ മാത്രമാണ് അല്ല, കേരളത്തിൻ്റെ ഒരു വലിയ ഗതികേടാണ്. പിന്നെ ഈയിടെ നമ്മുടെ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടുള്ള പിന്നെ സെൻട്രൽ ഹംഗേറിയൻ ഹിസ്റ്റോറിയൻ കേരളത്തെക്കുറിച്ച് എക്സലൻറ്റ് വർക്കുകൾ ചെയ്തു. അയാൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ഭാഷ അറിയാം, അയാൾക്ക് അറബിക് അറിയാം, ഹീബ്രു അറിയാം. ഈ നമ്മുടെ ഇവിടുത്തെ പഴയ ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്ന ഭാഷയുമൊക്കെ അയാൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. ഈ കൺസിഡർ ടു ബി വൺ ഓഫ് ദി ലീഡിങ്. അയാൾ എന്നിട്ട് അവസാനം പറഞ്ഞതെന്നാണ്, അയാൾ ഈയൊരു പേപ്പർ എഴുതി കേരളത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ചായിട്ട്, ക്രിസ്ത്യാനികളുടെ ചരിത്രം ധാരാളം, കുടുംബ ചരിത്രവും മറ്റേ ചരിത്രവും ഒക്കെ ഉണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനിയുടെ ചരിത്രമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും ചരിത്രം എഴുതുന്നില്ല, എല്ലാവരും എഴുതുന്ന അപ്പോളജറ്റിക്സാണ്. അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, അതായത് ഞാൻ കത്തോലിക്ക, റോമൻ കത്തോലിക്ക വിഭാഗത്തിലെ
വടക്കും ഭാഗക്കാരനാണ് ഞാൻ എന്ന് വിചാരിക്കുക. ഞാനൊരു പുസ്തകം എഴുതിയാണ്, പിന്നെ വേറെ ആൾ വന്നിട്ട് അത് അപ്പോൾ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓഥറിൻ്റെ പേര് നോക്കുമ്പോൾ അയാൾക്ക് ഒരുമാതിരി അറിയാം, അയാൾ മറ്റേ പിന്നെ അയാൾ ഇങ്ങനെ എഴുതുള്ളൂ. പിന്നെ ഇവിടെ സെൻറ് തോമസ് വന്നു എന്ന് വിശ്വസിക്കാത്ത ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുണ്ട്? എങ്ങനെ ചരിത്രം പഠിക്കാൻ പറ്റും? സെൻറ് തോമസ് ഇത് ആരുടെ പേരിൽ നിങ്ങൾ എഴുതുന്നതെന്നറിയാം? സാക്ഷാൽ സെൻറ് തോമസിൻ്റെ പേര്. അദ്ദേഹത്തെക്കാൾ വലിയൊരു എംപിരിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ നമ്മുടെ പുസ്തകങ്ങളിലൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുവും അദ്ദേഹത്തിൻ്റെ നാഥനുമായ യേശു ക്രിസ്തു പുനർജനിച്ചു, അല്ലെങ്കിൽ റിസറക്റ്റ് ചെയ്തു, പുനരുദ്ധാനം എന്ന് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വിലാവിൽ കൈയിട്ടാലേ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ക്രിസ്തു വന്നിട്ട് ഇത് മതിയോ നിനക്ക് നിയോഗിച്ചു. അപ്പോഴത് തൊട്ടിട്ട് എന്താ പറയുന്നതെന്നറിയാമോ? എൻ്റെ നാഥ, എൻ്റെ എൻ്റെ ദൈവം. അതോടുകൂടി അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് തിയററ്റിക്കൽ സത്യം അച്ഛനും. അപ്പോൾ അതാണ് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ട ഒരു ട്രഡീഷൻ. ഇവിടെ അതിന് നേരെ വിരുദ്ധമല്ലേ. സെൻറ് തോമസ് വന്നില്ല എന്ന് പറഞ്ഞ ഒരുത്തനും സമ്മതിക്കും. ഞാനൊരു മീറ്റിങ്ങിൽ ഒരു ചെറിയ വിധത്തിൽ ഞാൻ പറഞ്ഞു, സെൻറ് തോമസ് വരാതെയും സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇവിടെ വന്നുകൂടി എന്ന് ചോദിച്ചതിന് എന്തായിരുന്നു ബഹളം? ഒരു മനുഷ്യൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഗവേഷണം ചെയ്യേണ്ട കാര്യം അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ MGS പാലായിലിട്ട് പോയിട്ട് അവിടെ പ്രസംഗിക്കാൻ ശ്രമിച്ചിട്ട് ആൾക്കാർ സമ്മതിച്ചില്ല. ഇയാൾ സെൻറ് തോമസ് വന്നു എന്ന് പറയുന്ന ആളല്ല, അതിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് MGS കൂടെ പ്രസംഗിക്കാൻ. ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം. അല്ല, ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം മറുഭാഗവും കൂടെ നമ്മൾ നോക്കണേ. സെൻറ് തോമസ് വന്നിട്ടില്ല എന്ന് പറയുന്നു. എങ്ങനെ പറയും? അതിന് മുമ്പ് സെൻറ് തോമസിന് മുമ്പ് കേരളത്തിൽ വന്നിട്ടുള്ള ചരിത്രകാരന്മാരെ കുറിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ആരാ വന്നത്? അവിടെ സ്ട്രാബോയും മറ്റേ ടോളമിയും ആരും വന്നിട്ടില്ല. ഇവരാരും വന്നിട്ടില്ല. അല്ല, പക്ഷെ അവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോഴാണെങ്കിലും എൻ്റെ ഒരു അളിയൻ ഈ ഷിപ്പിലെ ക്യാപ്റ്റന്, അതേ ലോ മുഴുവൻ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കും ഞാൻ, അവിടെ എങ്ങനെയാണ്, ആ രാജ്യം എങ്ങനെയാണ്, അങ്ങേക്കറിയാവുന്ന ഒരു സ്കിപ്പർ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർ എഴുതി കൂട്ടിയിരിക്കുന്നത്. അതെ, അത് സെൻറ് തോമസിന് മുമ്പ് വന്നവർ എങ്ങനെയാണെങ്കിൽ സെൻറ് തോമസ് അല്ല, ഞാൻ പറഞ്ഞ ഈ പുസ്തകങ്ങളിലുള്ള പേരുകളാണ് ഞാൻ പറഞ്ഞു. സ്ട്രാബോയെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞത് പേര് കൃത്യമായി. തോമസിന് ശേഷം വന്നു പന്തന്യൂസിനെ കുറിച്ചിട്ടും അത് ടോപ്പ് അല്ല, സെൻറ് തോമസ് വന്നതിന് ശേഷം വന്ന ഒരാളുടെ പേര് അതല്ല പന്തന്യൂസ്. പന്തന്യൂസ് വന്നു എന്നുള്ളതിന് പിന്നെ അക്കാഡമി ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചേഴ്സ് ഓഫ് കെയ്റോ യൂണിവേഴ്സിറ്റി ഇൻ കൊളാബറേഷൻ വിത്ത് ദി യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാം, അവർ ഈ പന്തന്യൂസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഒരിക്കലും അല്ല, അവർ അങ്ങനെ ഒരാളില്ലായിരുന്നു. ഉണ്ടാക്കിയെടുത്ത പേരാണ്. ഉണ്ടായിരുന്നായിരിക്കാം, ഇല്ലായിരുന്നായിരിക്കാം, എനിക്കറിഞ്ഞൂടെ. ഞാനൊന്നും എനിക്കൊരു പിടിയില്ല ഉണ്ടായിരുന്നോ ഇല്ല. അങ്ങനെ ഒരാളെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായി വന്നപ്പോൾ ഇറ്റ് വാസ് ക്രിയേറ്റ് എന്ന് ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല, അപ്പം ഞാൻ പറയുന്നത് ഈ പന്തന്യൂസ് വന്ന് ഇവിടെ നിന്നൊരു ബൈബിൾ കൊണ്ടുപോയി എന്നൊക്കെയാണ് കഥ. അല്ല, ഒരു ബൈബിൾ വേർഷൻ അങ്ങനെയാണ് നമുക്കിവിടെ ബൈബിൾ ഇല്ലാതായി. അതേസമയം ഇവിടെ ബൈബിൾ വായിച്ചാൽ പറഞ്ഞു കുമ്പസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാമ്മയുടെ കാലത്ത് ബൈബിള് വായിച്ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കുമ്പസാരിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ. തെറ്റ് ചെയ്തു. അപ്പൊ ഈ കൂട്ടരാണ് പറയുന്നത് ഞങ്ങൾക്ക് ബൈബിൾ ഇല്ലാതെ പോയത്. ഇങ്ങനെ പന്തന്യൂസിനെ കൊണ്ടുവന്നത് എന്തിനാ? ബ്രാഹ്മണരെ ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാനായിട്ട്. ഇങ്ങനെ വേർഷൻസ് പലതാണ്. അപ്പം ഞാൻ പറയുന്ന ഈ പന്തന്യൂസ് വന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ചരിത്രം ബെറ്റർ തന്നെ നിങ്ങൾക്ക് എന്നേക്കാൾ. ഞാൻ അതല്ല പറഞ്ഞത്. അപ്പോൾ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാന മേധാവി
അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളായിരുന്നിട്ടുള്ള പന്തേനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നാണോ പറയുന്നത്? ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലായിരുന്നിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് അയാൾ കേരളത്തിൽ വന്നെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യണ്ടേ വേണ്ടേ? ഞാൻ ആ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല, ഞാൻ ഈ ആധുനിക കാലത്ത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ നോക്കാറുണ്ട്. എന്നുവെച്ചാൽ ഈ പന്തന്യൂസ് ആണല്ലോ വലിയൊരു പ്രധാന തെറ്റുകളുണ്ടാവും. അപ്പോൾ ആ തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ടല്ലേ, സത്യസന്ധമായിട്ട് ആയിരിക്കണം നമ്മൾ പറയുന്ന കാര്യം. നമുക്കെങ്കിലും എൻ്റെ വളരെ സത്യസന്ധമായിട്ട് ചരിത്രം എഴുതുന്ന ഒരാളെ കാണിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യല്ല. മനുഷ്യനല്ലേ, മനുഷ്യന് തെറ്റ് പറ്റും. മനുഷ്യൻ വർക്ക് ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയില്ലെങ്കിലാണ് സംശയിക്കേണ്ടത്. അപ്പൊ തെറ്റ് പറ്റും എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങളിത് വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് സെൻറ്റ് തോമസ് വന്നു എന്നുള്ളത് വിശ്വസിക്കാതെ പറ്റില്ല, നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. സെൻറ്റ് തോമസിനെ കുറിച്ച് ധാരാളം പേര് വന്നു എന്ന് പറയുന്നവരുണ്ട്, ധാരാളം പേര് വന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നില്ല എന്ന് പറഞ്ഞത് മാർപ്പാപ്പ തന്നെയാണ്. മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ബെനഡിക്റ്റ് വെരി സ്ട്രോങ്ലി ബിലീവ്സ്. അദ്ദേഹത്തിൻ്റെ അഡിയൻഡ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെൻറ്റ് തോമസ് ഇന്ത്യയിൽ പോയിട്ടില്ല എന്ന്. അദ്ദേഹം മാർപ്പാപ്പ എന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം. പക്ഷെ അന്നേരം ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടാത്തതായിട്ടുള്ള, അഫ്ഗാനിസ്ഥാൻ പെടാത്തതായിട്ടുള്ള സ്ഥലമായിരിക്കും. ഇന്ത്യ അതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. നമ്മുടെ ഒരു CMI അച്ഛൻ PhD ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇൻ ഗ്രീക്ക് സോഴ്സസ്, ഇന്ത്യ മെൻഷൻഡ് ഇൻ ഗ്രീക്ക് സോഴ്സസ്. അദ്ദേഹം ചെയ്തത് വത്തിക്കാനിലും മറ്റുള്ള വലിയ ലൈബ്രറികളിലൊക്കെ ചെയ്തു. ഗ്രീക്ക് സ്കോളേഴ്സ്, ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ റോമാക്കാരുമുണ്ട്, ചില റോമാക്കാർ, അവരൊക്കെ മനസ്സിലാക്കിയിരുന്ന ഇന്ത്യ ഏതായിരുന്നു, ഈ ഏഷ്യ മുഴുവനാണ്. പലപ്പോഴും ചിലപ്പോൾ പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചൈനയാണ്, ചൈനയുടെ. പിന്നെ ചിലത് അബിസീനിയ, അതായത് എത്യോപ്യയായി ഇന്ത്യയായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയെക്കുറിച്ച് 150 AD പോലും പിന്നെ ഭയങ്കര ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള കഥകളൊക്കെയാണ്. പിന്നെ വലിയ വലിയ ജീവികളെ കാണുന്നുണ്ട്. ഇതൊക്കെ എഴുതിയ ആരാണ്? അന്ന് ഗ്രീസിൽ അങ്ങേയറ്റം ആളുകൾ ബഹുമാനിച്ചിരുന്ന സ്കോളേഴ്സാണ് എഴുതുന്നത്. പക്ഷെ അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണ. അലക്സാണ്ടർ വന്നപ്പോൾ ആണ് ഇന്ത്യയെക്കുറിച്ച് അല്പമൊരു അറിയുന്നത്. എന്നിട്ടും അത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ആ ബോർഡറിൽ വന്നിട്ട് അല്ല അതിനു മുമ്പ് നമ്മളുടെ ഇദ്ദേഹം ഹെറഡോട്ടസ് വന്ന് രേഖപ്പെടുത്തിയതായിട്ടില്ല. പേർഷ്യൻ ഭാഷ ഹെറഡോട്ടസ് ഇന്ത്യ വന്നു എന്ന് പറയുന്നത് എന്ത് ബേസിസിലാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ല, ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലുള്ള രേഖ വെച്ചിട്ടാണ് ഞാൻ പറയുന്നതിനെ കുറിച്ചുള്ള വിമർശനാത്മകമായ വിശകലനമാണ് ഈ PhD തീസിസിലുള്ളത്. അല്ല, അത് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. അല്ല, പറയുന്നതല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പലതും അതിശയോക്തിയുണ്ട് സമയത്ത്. പക്ഷേ ഹെറഡോട്ടസ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു എവിഡൻസിന്റെ ബേസിസിലല്ലേ നമുക്ക് ചരിത്രത്തിൽ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്ന ഹെറഡോട്ടസിന്റെ ദ പേർഷ്യൻ വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ന്യൂയോർക്കിൽ പബ്ലിഷ് ചെയ്താണ്, പഴയ പുസ്തകമാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഇന്ത്യയെക്കുറിച്ച് പറയുന്നിടത്ത് ആളുകൾ അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ 20ാമത്തെ സത്രാബിയായിരുന്നു. അതായത് സിന്ധു നദിക്ക് പടിഞ്ഞാറ് ഭാഗം. ആ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾക്കൊള്ളുന്ന ബലൂചിസ്ഥാൻ മലനിരകൾ ജീവിച്ചിരുന്നു. അത് മാത്രമല്ല, അത് റോമിലത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
ഞാൻ പറഞ്ഞു അല്ല, റോംല താപ്പർ പറയുന്നത് മറ്റേ ഇവിടുത്തെ 20 സത്രാധിപതികളിൽ ഏറ്റവും സമ്പന്നമായിരുന്ന പ്രദേശമായിരുന്നു ഈ പറയുന്നതായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള പ്രദേശം. ഇത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. മാത്രമല്ല അവിടെ പക്തിയാൻ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ പക്തീസ എന്നുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്നു. മാത്രമല്ല അവിടെ എപ്രിട്ടി എന്ന് പറയുന്നതായിട്ടുള്ള ജനസമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ കോട്ട് ചെയ്യാം. ഞാൻ എനിക്കറിയാം. അല്ല അത് അപ്പം ഇതൊക്കെ ചരിത്ര സംഭവങ്ങളുണ്ട്. നമ്മൾ ചരിത്രം പഠിക്കുന്ന എല്ലാവരും വായിക്കുന്നതാണ്. അതെ, ഇവിടെ വന്നതായിട്ടോ ഇവിടുത്തെ ആളുകളെ കണ്ടതായിട്ടോ ഒന്നും അതിനകത്ത് ഒരു ഇൻഡിക്കേഷനും ഇല്ല. അല്ല, അങ്ങനെ ആ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചതായിട്ടാണല്ലോ പറയുന്നത്. സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്നത് അദ്ദേഹം സഞ്ചരിച്ചതാണോ, അദ്ദേഹത്തിന് വേണ്ടി മറ്റുള്ളവർ സഞ്ചരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തതാണോ ആണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ ആണെങ്കിൽ വിവിധ സോഴ്സുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. നിങ്ങൾ എത്ര മണിക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തെളിവ് എന്താണ് എന്നൊക്കെ ചോദ്യം വരും. അന്നത്തെ കാലത്ത് ചോദ്യങ്ങളും ഇല്ല, ഉത്തരങ്ങളും ഇല്ല. ഒരാൾ എഴുതിയത് പുസ്തകത്തിലുണ്ട്, അതോ വേറെ ആൾ കോട്ട് ചെയ്ത് അതൊരു. അപ്പം ഞാൻ ഇതിനൊന്നും എതിർക്കുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെ വാസ്തവമായിരുന്നു. ഉദാഹരണത്തിന് യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളത് എന്ത് തെളിവാണ്? യേശു ക്രിസ്തു പക്ഷെ ഇപ്പം ആരും അത് ചോദ്യം ചെയ്യുന്നില്ല. കാര്യം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്തെ യോജിപ്പിക്കുന്ന മറ്റ് തെളിവ് ഒരുപാട് തെളിവ്, അതാണ് ഇൻക്ലൂഡിങ് എ സെൻസസ്. റോമൻ സെൻസസ് നമ്മൾ ഇപ്പോൾ റോമൻ സെൻസസിൻ്റെ കണക്കുകൾ നോക്കുക. അപ്പോൾ റോമൻ സെൻസസ് നടന്ന വർഷത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. അപ്പോൾ ആ സെൻസസിനെ കുറിച്ചുള്ള മെൻഷനുണ്ട് ബൈബിളിൽ. പിന്നെ ഹെറോദിനെ കുറിച്ച്, ഹെറോദ് രാജാവ്, പിന്നെ പന്തിയോസ് പൈലറ്റിനെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസ്. അതുകൊണ്ട് ഇപ്പോൾ നാഷണൽ ജോഗ്രഫിക്കയുടെ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് തോമസ് എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു എന്നൊക്കെ സംശയമുണ്ട്. ഇതൊന്നും പിള്ളേർ കളിയല്ലോ. ഈ വർക്ക് ചെയ്യുന്നവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇടമറുകിനെ പോലുള്ള ആൾക്കാർ കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇവിടെ ഒരുപാട് കാലം. പക്ഷേ ഇടമറുകിൻ്റെ വർക്കിനെ കുറിച്ച് ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങേയറ്റത്തെ എതിർപ്പുണ്ട്. അദ്ദേഹം ചരിത്രത്തിൻ്റെ ബാലപാഠം പോലും നോക്കാതെയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. അദ്ദേഹം ഒരു റെറ്ററിക്കൽ ഈ അങ്ങനത്തെ ചരിത്രം ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ ഒരു തല്ലിപ്പുറത്താക്കി. അല്ല, അതൊന്നും അല്ല, അങ്ങനെ എങ്ങനെയാണെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. ആരെന്ത് പറഞ്ഞാലും ലോകത്തിൽ ആരെങ്കിലുമൊക്കെ കേൾക്കാനുണ്ടാവും, ആരെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ട, ആസ് യു സെഡ് വെരി കറക്റ്റ്ലി ഇൻ ദ ബിഗിനിങ്, നമുക്ക് കഴിയുന്നത്ര വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അത് മാത്രമാണ് നമ്മൾ. ഉദാഹരണത്തിന് ഈ പിന്നെ തോമസിയോ എനിക്ക് കാര്യമായ സംശയമുണ്ട് തോമസ് വന്നു. അപ്പം ഏറ്റവും നല്ലൊരു ആർഗ്യുമെൻ്റ് വന്നു എന്ന് പറയുന്ന ഈ ബുക്കാണ് ഹിസ്റ്റോറിക്കൽ തോമസ്. വെരി വെരി വെൽ റിട്ടൺ. ജോർജ് നെടുങ്ങാട്ട്. ഇദ്ദേഹം ജസ്യൂട്ടാണ്. റോമിലായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് തിരികെ വന്നപ്പോൾ അദ്ദേഹം കുറച്ചാൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ ധർമാരാമിൽ ഓണറി പ്രൊഫസറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ തോണിപ്പാറച്ചൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. ഞങ്ങളുടെ പിന്നെ അദ്ദേഹം ഇപ്പം ഒക്കെ 2 കാലം സുഖമില്ല. അതുകൊണ്ട് പിന്നീട് കുറവനാടുകാരനാണ് എനിക്ക് തോന്നുന്നു. അല്ലേ? പോയി കാണാം അല്ലേ? വെരി ഗുഡ്. വളരെ നന്ദി. എവിടെയായിരിക്കുന്നത് അദ്ദേഹം? പക്ഷേ ഈ ബുക്കിൽ എനിക്ക് അതിന് എതിർപ്പുണ്ട്. ഉണ്ടാവട്ടെ, നമുക്ക് പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്.
എൻ്റെ ചില പോയിന്റുകൾ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചില പോയിന്റുകൾ ഞാനും ഇതിൽ. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു സംഗതിയാണ് ഒരു പട്ടിക ഉണ്ടാക്കി. പട്ടിക ഒരു വശത്ത് ഉണ്ട് എന്ന് പറയുന്ന ആർഗ്യുമെന്റ്സ്, മറ്റേ വശത്ത് ഇല്ല എന്ന് പറയുന്നത് രണ്ടും ഏതാണ്ട് ഈക്വലാണ്. എന്ന് മാത്രമല്ല മെല്ലിക്കോട്ടിനെ പോലെയുള്ള വളരെ പ്രശസ്തനായ കത്തോലിക്ക ബിഷപ്പായിരുന്നു മെല്ലിക്കോട്ട്. അദ്ദേഹം പറയുന്നത് വന്നിട്ടില്ല, അതിനുള്ള ആർഗ്യുമെൻറ്റും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പറഞ്ഞു വരുമ്പോൾ തന്നെ പറയും മെല്ലിക്കോട്ട് അയാൾ ബ്രിട്ടീഷുകാരനല്ല, അയാൾ മലയാളികളെയും കേരളത്തിൽ തരംതാഴ്ത്താൻ അതിന് വേണ്ടിയിട്ട് എഴുതിയാണ്. അപ്പോൾ അവർക്കും പറഞ്ഞില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മാർത്തവമായ വലിയ ആളാക്കാനായിട്ട് അയാൾ വന്നു എന്ന് നിങ്ങളും പറയുന്നു, ഞങ്ങൾ പറയുന്നു വന്നില്ല. യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കാൻ പോകും. അവിടുത്തെ യൂണിവേഴ്സിറ്റീസിൽ സെൻറ്റ് തോമസ് ഈസ് എ മേജർ സബ്ജക്റ്റ്. ഈ ഏൻഷ്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇറ്റ്സ് എ മേജർ സബ്ജക്റ്റ്. പക്ഷെ അവിടെ ഒരിടത്തും ഈ ചെല്ലുമ്പോഴേ പറയുക അങ്ങനെ വന്നു, അല്ലെങ്കിൽ അങ്ങനെ വന്നില്ല എന്ന് പറയുന്നവരും അതുപോലെ തന്നെ അഭിപ്രായം. വന്നില്ല എന്ന് പറയാൻ അവർ അന്ന് ഇവിടെ ഇല്ലായിരുന്നല്ലോ, അവർക്ക് അറിയാൻ പറ്റില്ല. വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താകും, വന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാത്തിടത്തോളം കാലം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രശ്നം. മറ്റ് റൈറ്റിങ്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ജനിച്ചതൊരു സുറിയാനി കത്തോലിക്കനാണ്. അപ്പോൾ എൻ്റെ വിശ്വാസം ഇതാണ്, ഞാൻ എവിടെ വേണമെങ്കിലും പറയാം എൻ്റെ വിശ്വാസം സെൻറ്റ് തോമസ് വന്നു. പക്ഷേ ചരിത്രകാരൻ എന്നുള്ളത് എനിക്ക് വേറൊരു ഇതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ പ്രശ്നം മുഴുവൻ നമ്മുടെ കോളേജസും യൂണിവേഴ്സിറ്റീസും ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ അവർ വേണ്ടാന്ന് വെച്ചിട്ട് പോലും നമ്മൾ അവരുടെ ആ എക്സാമിനേഷൻ സിസ്റ്റവും അറ്റൻഡൻസും മറിച്ചതും ഒക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ നമുക്ക് അതേസമയം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിലാണ്. പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് വരുമ്പോൾ ഹയർ എഡ്യൂക്കേഷന് കേരളത്തിൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് ജോലി കിട്ടിയാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ഒരേ സമയം 2 കോഴ്സും 3 കോഴ്സും ചെയ്യുന്ന ആളുകളെ വഴിയെ നടക്കുമ്പോൾ കാണാം എത്ര പേരാ ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻഡോർ യൂണിവേഴ്സിറ്റി അവിടെ പോയി പരീക്ഷ ചെയ്തു, വേറെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി. ഇതൊക്കെ എഴുതുന്ന ആൾക്കാർ വൈസ് ചാൻസലറായിരുന്നപ്പോൾ ഏറ്റെടുക്ക പലരും വന്നിട്ടുണ്ട്. അവസാനം വരെ അതിന് പ്രശ്നത്തിൽപ്പെടും. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഇവർ ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുന്നവർ അവരും ആലോചിച്ച് വരുമ്പോൾ ഇവിടെ പഠിക്കുന്ന വിഷയം വിദ്യാർത്ഥികളല്ല ചൂസ് ചെയ്യുന്നത്, അവരുടെ അപ്പനും അമ്മയെ തീരുമാനിക്കുന്നു. മിക്കവാറും വിദ്യാർത്ഥികളുടെ തീരുമാനം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെ യഥാർത്ഥ നോളജ് ക്രിയേറ്റ് ആ സമൂഹത്തിൽ എങ്ങനെ പറയാൻ പോലും പറ്റില്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനകത്ത് എന്നെ പോക്കുകാരനൊന്നുമല്ല. പക്ഷെ എൻ്റെ അടുത്ത വഴിപാട് സുഹൃത്തുക്കൾ പള്ളിക്കാരുണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്താ ഒരു ബിഷപ്പായിട്ടില്ല, ബിഷപ്പിന് താഴെയുള്ള ഒരു വിഭാഗമുണ്ട്. അതെ, അങ്ങനെയുള്ള ഒരു ക്ലാസ്മേറ്റാണ്. പാരമ്പര്യമായിട്ട് എൻ്റെ വല്യമ്മയുടെ ഒരു കുടുംബക്കാരൻ അച്ഛനാണ് കടമറ്റത്ത് ഇവിടെ വന്നിട്ട് അവിടുത്തെ നമ്മൾ പള്ളി വെച്ചു. അപ്പം ഞങ്ങളെങ്ങനെയൊരു പഴയ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. ഇവിടെ പാലായിൽ ഞങ്ങൾ കത്തോലിക്കലായിരുന്നു. പാലായിൽ നിന്നിട്ട് ഇവിടെ കടമറ്റത്ത് വന്നപ്പോൾ ഇവിടെ കത്തോലിക്ക പള്ളിയില്ലാത്തതുകൊണ്ട് യാക്കോബായ പള്ളിയായിരുന്നില്ല. അങ്ങനെ ആ പള്ളി ചേർന്നു. ഞാൻ യാക്കോബായ ആയിട്ടാണ് എൻ്റെ SLC യാക്കോബായാണ്. അത് പിന്നെ സ്പ്ലിറ്റായി ഓർത്തഡോക്സ് യാക്കോബായ ആയ സമയത്ത്
ഞങ്ങളുടെ ഈ കുടുംബക്കാരൻ അച്ഛൻ ഓർത്തഡോക്സ് ആയതുകൊണ്ട് ഞങ്ങൾ ആ കുട്ടിലേക്ക് ഫാദറായി നിന്ന് മരിച്ചു പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലം. പക്ഷെ പ്രതിഭാസം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധ്യ പുരുഷനാണ്. വ്യക്തി എന്നുള്ള നിലയിലും സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിലും മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഒരു റെവല്യൂഷണറി തിങ്കർ, പ്രവർത്തകർ എന്നൊക്കെയുള്ള നിലയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇദ്ദേഹത്തിനെ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസിയല്ല. എൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് 5-6 മുമ്പ് എഡിറ്റ് ചെയ്തൊരു ബുക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ തിയോളജിയൻസിൽ ഒരാളാണ് സാമുവൽ റായൻ. സാമുവൽ റായൻ്റെ കുറിച്ചുള്ള ഒരു എഡിറ്റ് ചെയ്ത അത് എൻ്റെ വേറെ കോപ്പി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വാസ്തവത്തിൽ ഞങ്ങൾ അകൽച്ചയുള്ളൂ. അപ്പോൾ ഒന്നിൽ നിന്ന് നോക്കിയാലൊന്ന് കാണാൻ ഞാനിങ്ങനെ തോട്ടപ്പടിയുടെ ഇടയിൽ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ കല്ലറകളെല്ലാം കിഴക്ക് പടിഞ്ഞാറ്. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ശവമടക്കുന്ന ഒരു ജനം എന്നുള്ള നിലയിൽ ആര് എന്നൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് BC 300 കാലത്തേതാണെന്നുള്ളത് നമ്മൾ ചരിത്രകാരൻ ശ്രീധരനടക്കമുള്ളവർ BC 300 കാലത്താണ് കാർബൺ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. കാർബൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ചരിത്രകാരനെ കുറച്ച് കാണിക്കാനില്ല. ശ്രീധരൻ മേനോൻ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ. അദ്ദേഹം പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലെക്ചർ നോട്ട്സാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അതിൽ ഗവേഷണങ്ങളൊന്നും നിർമ്മിക്കില്ല. അദ്ദേഹം പല ബുക്കുകൾ വായിച്ച് ആ ബുക്കുകളിലെടുത്ത് അങ്ങനെ എഴുതുന്ന ഗവേഷണം എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. ആ ഗവേഷണം യു മസ്റ്റ് ബി നോട്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതുപോലെ ഒരു കല്ലറ കണ്ടപ്പോൾ അതിൻ്റെ ഇങ്ങനെ ദിശ നോക്കി അങ്ങനെയുള്ള ഗവേഷണമാണ്. അതൊന്നും ശ്രീധരമേനോൻ ചെയ്തിട്ടില്ല. ശ്രീധരമേനോൻ എൻ്റെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രജിസ്ട്രാറായിരുന്നപ്പോൾ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് എന്നെ അറിയാം. ഞങ്ങൾ ഈ ആലപ്പുഴ SP കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ അപ്രൂവൽ കൊടുത്ത അദ്ദേഹമാണ്. അതിന് 25ാം വാർഷികം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അദ്ദേഹം അല്ല ഇതെന്ന് വെച്ചാൽ. പക്ഷേ രാജഗുരുക്കളും രാഘവാനും എഴുതിയിട്ടുള്ള കേരള ചരിത്ര പുസ്തകത്തിലും അതിലും അബദ്ധങ്ങളുണ്ട്. അബദ്ധങ്ങളെ കുറിച്ചിട്ട് എന്താ പറയുന്നത് ഏകദേശം ഇതൊക്കെ കൊണ്ടുകൊണ്ടാണ് പിന്നെ എൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള എൻ്റെ ഒരു നിഗമനം. ഇത് മാത്രമല്ല, ബത്തേരിയിലാണ് ആദ്യമായിട്ട് ജൈനമത എൻ്റെ ആദ്യത്തെ ആശ്രമം ഉണ്ടാകുന്നത്. ജൈനമത സ്ഥാപനം സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് കർണാടകത്തിലും വയനാട്ടിലൊക്കെ വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യനും ഇവിടെ ശ്രാവണബെൽഗോളയിൽ വന്ന് ആശ്രമം കിട്ടി ജീവിക്കുന്ന കാലത്ത് അവിടെ നിന്നിട്ട് ജൈന സന്യാസിമാരെ മതപ്രചരണത്തിനായിട്ട് തമിഴകത്തിലേക്ക് അയക്കുന്നു. ഈ അയക്കുന്നതായിട്ടുള്ള വഴിത്താര എന്ന് പറയുന്നത് സദേൺ ട്രേഡ് യൂത്ത് ദക്ഷിണ മഹാപഥം. ഈ ദക്ഷിണ മഹാപഥം കടന്നു വരുന്ന ഇതെടുത്ത് ഇദ്ദേഹത്തിനോട് കൊടുക്കട്ടെ. നർമ്മദ നദി, നർമ്മദ ഇല്ല ഞാനതൊക്കെ ഈ ബുക്കിൽ യുവർ വെരി എന്താ പറയുക വളരെ എക്സ്പാൻസീവായിട്ടുള്ള ഒരു ഭൂമികയിലാണ് ഇതൊക്കെ സമയത്തിലും പ്രദേശത്തിലും. പ്രദേശം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ തന്നെയാണ്. ഒന്നുമല്ലെങ്കിലും ഈ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. അതുപോലെ തന്നെ കാലത്തിലാണെങ്കിൽ ഗോ അപ് ടു ദ വെരി വിഷൻ. അത്രയും ചിന്തയെ അതുപോലെ വ്യാപരിപ്പിക്കുന്ന ചരിത്രകാരന്മാർ നമ്മുടെ കുറവാണ്. എന്താ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ റോമുല താപ്പറാണെങ്കിലും ആ ബുദ്ധിസ്റ്റ് പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അവർ
ഷീഡസിൻഡോ പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ അതെ പിന്നെ ആർ ശർമ്മനാണെങ്കിൽ മെഡീവൽ പീരീഡ് കഴിഞ്ഞ് അദ്ദേഹത്തിനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ പോലുള്ള ഈ എല്ലാ കാലഘട്ടത്തെയും കൂടെ എന്നെ സംബന്ധിച്ചോളം ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റും. എനിക്ക് ഈ 17-ാം നൂറ്റാണ്ടിന് മുമ്പോട്ടുള്ള കാലം പുറകോട്ടുള്ള കാലം ആരെങ്കിലും ചോദിച്ചു എന്ന് ഞാൻ പറയും എൻ്റെ വിഷയമല്ല, എനിക്ക് അറിഞ്ഞുകൂട എന്ന് പറയുകയും ഞാൻ ചെയ്യും. എനിക്ക് അപ്പം ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു എക്സ്പാൻസീവ് ഹൈപ്പോത്തീസിസ് യു ഫോം അതിലൊന്നും ഈ പിന്നെ ഇവരുടെ ഇടയിൽ നിന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒരു ട്രൈബ് പുറത്തു പോയിട്ടുണ്ട്. അത് പക്ഷേ ലോകത്തിൻ്റെ എല്ലായിടത്തും ആ കഥയുണ്ട്. അത് എത്തിയതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഇംഗ്ലണ്ടിലെയും അയർലൻഡിലെയും കല്ലറ, അയർലൻഡിലുള്ള കല്ലറകൾ ഇദ്ദേഹം അവിടെ പോയി, ഇദ്ദേഹത്തിൻ്റെ മകൾ അവിടെ ഉണ്ട്, അനുജനവിടെ അവിടെ പോയി. ഞാൻ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോ നേരിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കില്ലേ. അപ്പം അവിടെ ഉണ്ട് ഇത് സെയിം സ്ട്രക്ചറിലുള്ളതായ കല്ലറ നമ്മളെ മറയൂരിലുണ്ട്. അത് എൻ്റെ പുസ്തകത്തിൽ കൊടുത്തത് കമ്പാരിസൺ ഗവൺമെൻറ്റ്സ് പലയിടത്തും സൗത്ത് ഏഷ്യയിലുള്ളതും ഇവിടെയുള്ളതും മറ്റേ ഫ്രാൻസിലുള്ളതും നമ്മുടെ പഴയന്നൂരിലുള്ളതൊക്കെ വളരെ സെയിം സ്ട്രക്ചറിൽ വിറ്റോ. ഇത് ആവർത്തിച്ച് പറയുന്നതായിട്ടുള്ള ബ്രിട്ടീഷുകാരുണ്ട്. അലക്സാണ്ടർ കോൾ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സാഹിബ് കൊടകിലെ കാപ്പിത്തോട്ടം അവിടെ വെട്ടിയുണ്ടാക്കുന്ന സമയത്ത് തോട്ടം സ്ഥാപിക്കുന്നത് അവിടെ കല്ലറകളുണ്ട്. ഈ കല്ലറകളും ഇംഗ്ലണ്ടിലുള്ള ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ക്രോംലെറ്റ്നായുടെ പള്ളികൾ ഇതും തമ്മിൽ അസാധാരണമായിട്ട് സാദൃശ്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ കല്ലറകളുടെ സാമ്യതകൾ എല്ലാ ഭാഗത്തുള്ളതും അന്വേഷിക്കും, കാണുക, പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ ഇവിടെ വന്ന് ശ്രാവണ ബൽഗോളയിൽ ജൈന ആശ്രമം കിട്ടി ജൈനമത പ്രചരണത്തിന് വേണ്ടിയിട്ട് ജൈന സന്യാസിമാരെ തമിഴകത്തേക്ക് അയക്കുമ്പോൾ ആദ്യമായിട്ട് താവളമടിക്കുന്നത് നമ്മൾ സുൽത്താൻ ബത്തേരിയില്ല. അത് അവരുടെ പുസ്തകങ്ങളുടെ എല്ലാ പുസ്തകങ്ങളും വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സുൽത്താൻ ബത്തേരിയിൽ വന്നു അന്ന് BC 300 കാലത്തെ വയനാട്ടിലുണ്ടായിരുന്ന പ്രമുഖമായിട്ടുള്ള 3 ജനവിഭാഗങ്ങൾ. ഒന്ന് ചെട്ടിമാർ, അത് യാദവരുടെ ശാല, വയനാട് ചെട്ടി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നായ്ക്കന്മാരും ഷൂട്ടിങ്ങിലാണ് ഏറ്റവും പഴക്കമുള്ള ആദിവാസികളാണ്. പിന്നെയാണ് നമ്മൾ ഈ പണിയരും, അതേ പണിയര്, അടിയര്, കുറുമര് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 10-14 ഗ്രൂപ്പുകൾ പിന്നീട് കുടിയേറുന്നവരാണ്. അപ്പോൾ ആ ജൈനമത പ്രചരണത്തിന് ഇവിടെ ഇവർ വരുമ്പോൾ ഇവരുടെ ഇടയിൽ വന്നു. അപ്പോൾ വയനാട്ടിൽ നിന്നിട്ടാണ് കുരുമുളക് കിട്ടുന്നത് എന്നുള്ളത് മുമ്പേ തന്നെ അറിയാം. അത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിനൊക്കെ രേഖപ്പെടുത്തിക്കുക. ദക്ഷിണ മഹാഭാരതത്തിൽ അരവൻസ് കൊണ്ടുവരുന്നതായിട്ടുള്ള മുത്തും പവിഴത്തോടൊപ്പം മാരീജം എന്ന് പറയുന്ന കുരുമുളക് കൊണ്ടുവരും. അപ്പം മാരീജമായിട്ടുള്ള കുരുമുളക് കിട്ടുന്ന സ്ഥലം വയനാടാണെന്നാണ് ഈ ബ്രഹ്മഗിരി ജൂതന്മാർക്കും ശ്രാവണബൽഗോളയിലുള്ള ജൂതന്മാർക്കൊക്കെ അറിയാം. അങ്ങനെ ജൈന സന്യാസിമാരുടെ കൂട്ടത്തിൽ അപ്പോൾ ജൈന സന്യാസിമാർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊക്കെ ഒരു സംരക്ഷണം, കുറച്ച് ആൾക്കാർ വേറെ ആൾക്കാർ അങ്ങനെ ഒരു ഇതായിട്ട് കാടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ പിൻപറ്റി ഈ കുരുമുളക് തേടി വന്നിട്ടുള്ള ജൂതന്മാരാണ് ബത്തേരിയിൽ ക്യാമ്പ് ചെയ്യുന്നത്. അവർ തലമുറകളോടും താമസിച്ച സമയത്ത് അവരുണ്ടാക്കിയിട്ടുള്ള കല്ലറകളാണിത്. അപ്പം ആ കല്ലറകൾ എൻ്റെ തോട്ടത്തിൽ ഞാൻ കാണുന്നത് 2-3 കല്ലറകൾ നോക്കിയാൽ കാണാം. ഇതെല്ലാം കിഴക്ക് പടിഞ്ഞാറ്. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ശവം അടക്കുന്നതായിട്ടുള്ള ജനം നമ്മുടെ അറിവിൽ 1 ക്രിസ്ത്യാനിയും 2 ജൂതനുമാണ്. മുസ്ലിമും ഹിന്ദുക്കളും അവരെ കല്ലറയുടെ എന്തെങ്കിലും സംശയം തെക്ക് വടക്കാണ്. അപ്പം ഇത് കല്ലറയാണ്, കിഴക്ക് പടിഞ്ഞാറാണ്. പക്ഷെ BC കാലം, ബിഫോർ ക്രൈസ്റ്റ് ആയതുകൊണ്ട് ഇത് ജൂതൻ്റേതായിരിക്കാം ആണ്. ഇത് ഞാൻ എനിക്ക് അപ്പോൾ ബിഫോർ ക്രൈസ്റ്റ്
ഇവരിവിടെ വന്നിരുന്നു. അതാണ് ഞാനങ്ങ് ബേസ് ചെയ്യുന്നത്. അപ്പോൾ 72 BC അല്ല, അത് രണ്ടാമത്. ഇവിടെ 3 കാലഘട്ടത്തിലായിട്ട് ജൂതന്മാർ വന്നിട്ടുണ്ട്. 3. ഒന്ന് ശലോമോൻ്റെ കാലത്ത് തർശീസ് കപ്പലുകൾ വന്നത്, അത് BC 900. അപ്പോൾ ഈ ഡേവിഡ് ഷുൽമാൻ്റെയൊക്കെ തിയറി ആരാ ഇങ്ങനെ? ഡേവിഡ് ഷുൽമാനാണിപ്പോൾ ജൂയിഷ് സ്റ്റഡീസിലെ ഏറ്റവും പ്രമുഖനായ അന്തർദേശീയ എന്താണ് അദ്ദേഹത്തിൻ്റെ വർക്ക് ഈ പ്രധാനമായിട്ടും ഈ ജൂയിഷ് ഡയസ്പോറയാണ്. അതിൽ ഈസ് എ പ്രൊഫസർ ഇൻ ഹീബ്രു യൂണിവേഴ്സിറ്റി. എന്നിട്ട് അല്ല, ഞാൻ അങ്ങേരെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. അല്ല, ഇതിൽ എന്താന്ന് പറഞ്ഞാൽ ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ളതാണ്. ശലോമോൻ്റെ കാലത്ത് ശലോമോൻ സിദോന്യ രാജാവായിട്ടുള്ള ഈ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റായിട്ടാണ്. അല്ല, ഏതായാലും റിപ്പോർട്ടാണല്ലോ. നമുക്കത് അതാണോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ രണ്ടാമത് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഈ പറയുന്നതായിട്ടുള്ള ഇതിൽ നമ്മൾ മറ്റു സംഭവങ്ങളും കാര്യങ്ങളുമായിട്ട് അതിനകത്ത് പറയുന്ന 1-ാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ ലെബനോനിൽ, അത് ലെബനോനിലാണ് സിദോനുള്ളത്. സിദോൻ ഒരു തുറമുഖ നഗരമാണ്. സിദോന്യ രാജാവായിട്ടുള്ള ഹീരാമിനോടൊപ്പം തന്നെ 3 കൊല്ലത്തിലൊരിക്കൽ പോയി വരുന്നതായിട്ടുള്ള തർശീസ് കപ്പലുകളും ശലോമൻ ഈ കച്ചവടക്കാരോടൊപ്പം അയച്ചു. ശലോമോൻ്റെ കാലത്താണ്, BC 900. അപ്പം അങ്ങനെ വന്നു പോകുന്നതായിട്ടുള്ള കപ്പലുകൾ അന്നു മുതൽ, അതായത് ഈ 3 കൊല്ലത്തിലൊരിക്കൽ അവിടെ നിന്നിട്ട് എസ്യുൻ ഗബ്രിയേൽ കപ്പൽ ഇവിടെ നിന്ന് പോകുന്നതല്ല, അവിടെ നിന്ന് വന്ന് ഇവിടുന്ന് ചരക്കുകൾ ശേഖരിച്ച് തിരിച്ച് അവിടെ എത്തുന്നതിനെടുക്കുന്നതായിട്ടുള്ള 3 കൊല്ലത്തെ സമയമാണ്. അങ്ങനെ വന്നു പോകുന്ന കപ്പലുകൾ ശലോമോന് ശേഷവും ധാരാളം നൂറ്റാണ്ടുകളുണ്ട്. അത് ഇവരുടെ ആക്രമണം, ബാബിലോണിയൻ ആക്രമണം, നെബൂഖദ്നേസറിൻ്റെ ആക്രമണത്തിന് ശേഷം കപ്പലുകൾ വന്നിട്ടില്ല. അപ്പം 3 നൂറ്റാണ്ട് കാലം വന്നു പോയിരുന്നതായിട്ടുള്ള ഈ കപ്പലുകൾക്ക് ചരക്കുകൾ ശേഖരിക്കുന്നതായിട്ടുള്ള ഈ സിദോന്യരും കപ്പലുടമകളോ കച്ചവടക്കാരായിട്ടുള്ള ജൂത പ്രമാണികളും ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിൽക്കും, ഒരു കപ്പലിൽ പോകും, മറ്റു കപ്പൽ വരുന്നവർ വിശാരം. അങ്ങനെ വരാതെ ഒറ്റപ്പെട്ടു പോയതായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളുണ്ട്. കപ്പൽ അവസാനത്തെ കപ്പൽ പിന്നെ വരാൻ അവരാണ് തോടന്മാർ, നീലഗിരി തോടന്മാർ. അതൊരു 2000-ന്റെ താഴെ വരുന്ന ജനങ്ങളാണ്. അത് ആ ജനങ്ങളുടെ ഈ ആന്ത്രോപോളജിക്കൽ ഫേസ് നല്ല ജൂതന്മാരുണ്ട്, നല്ല ജൂതന്മാർക്കൊരു ടിപ്പിക്കൽ ഫേസ് ഉണ്ട്. സാധാരണ നിലയിൽ നമ്മൾ കാഴ്ച കാണുന്നത്, ആ കാഴ്ച കാണുന്നത്, പിന്നെ DNA വേറെ നോക്കാം. കാഴ്ച കാണുന്നതായിട്ടുള്ള സ്റ്റൈലുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പിന്നെ ഉണ്ട്. അത് കുറച്ചുകൂടി കറുത്തും കുറച്ചുകൂടിയിട്ട് നിഗ്രിറ്റോ എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ഫേസിലേക്ക് വരുന്നതായിട്ടില്ല. ഇപ്പോൾ ഇഗ്ബോ ജ്യൂസ് നൈജീരിയയിലുണ്ട്, ഞങ്ങളിവിടെ കണ്ടു. ഇഗ്ബോ ജ്യൂസ് ഏകദേശം ഒരു ഇതിനാണെന്ന് തോന്നുന്നു. പക്ഷേ അവരിങ്ങനെ കാലത്തിനനുസരിച്ച് മാറി. അതേസമയത്ത് എത്യോപ്യയിൽ കുറച്ച് ജ്യൂസുണ്ട്, പക്ഷെ അത് കുറേ കൂടിയിട്ട് നമ്മൾ ഇവിടുത്തെ എന്താ പറയുക പറയരെന്ന് പറഞ്ഞാൽ വയറാക്കത്തിലല്ല, അത് കുറേരാണ്, കുത്തിയരാണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സവിശേഷത. അപ്പോൾ അവരുമായിട്ടൊരു സാമ്യതയുണ്ട്. എന്തിനു പറഞ്ഞു, നമ്മൾ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഒരു 2 തലമുറ പുറകിൽ, കർണാടക മലയാളികൾക്കൊരു പ്രത്യേക ഷേപ്പുണ്ട്. നമുക്കത് സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്താൻ കേരളത്തിൽ എൻ്റെ ഞാനിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇല്ലാത്ത ജാതികളില്ല, ഇവിടെ ഇല്ലാത്ത വർഗ്ഗങ്ങളില്ല. ഇവിടെ ഒരു കടൽ തീരമാണ്. പിന്നെ ഞാനും വെളുത്താട്ട് കേശവനും കൂടെ ഈ അടുത്ത കാലത്ത് ഒരു എക്സസൈസ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ ഇരുന്ന് വേറെ പുസ്തകങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഇരുന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന തുറമുഖങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ 49 തുറമുഖങ്ങളാണ്. അത് ഇത്രയും ചെറിയ രാജ്യത്താണെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ 49 തുറമുഖം എന്ന് പറയുമ്പോൾ പിന്നെയുണ്ട്.
തുറമുഖങ്ങൾക്കും രാജാക്കന്മാർക്കും യാതൊരു ക്ഷാമവും ഇല്ലാത്ത നാടാണ് സ്ഥലമാണ് കേരളം. പിന്നെ ജാതികൾക്കും ജാതികൾക്കും അത് ഈ തുറമുഖങ്ങൾ വഴി ധാരാളം ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്തതാണ്. അവരുടെയൊക്കെ സന്തതി പരമ്പരകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബോണി തോമസിൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം കൊച്ചിക്കാണ്, ഒന്നാം തരം ബുക്കാണ്. 29 ഭാഷകളാണ് കൊച്ചിയിൽ ആളുകൾ സംസാരിക്കുന്നു. പിന്നെ കാസർഗോഡ് എന്ന് കഴിഞ്ഞാൽ വേറെ, കൊച്ചി തന്നെ 29 ജാതി ഭാഷ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഡച്ച് പറയുന്ന ഒരു കുടുംബം പോലും ഉണ്ടെന്നാണ്. പോർച്ചുഗീസ് പറയുന്ന 3-4 കുടുംബങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാവരും കൂടെ താമസിക്കുന്ന കേരളത്തിന് ഒരു പ്രത്യേക ഒരു ആഹാരത്തിൻ്റെ ബേസിലുണ്ട്. അല്ല, ആഹാരത്തിൻ്റെ ബേസിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഇത് നമ്മൾ ഒരു 2-3 തരത്തിലായിട്ടാണ് എൻ്റെ നിരീക്ഷണമായിട്ട് ഞാൻ എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ സ്വയമായിട്ടാണ് ഈ പല കാര്യങ്ങളും എൻ്റെ ഒരു ഇതിലാണ് വരാറുള്ളത്. അതുകൊണ്ടമായിരിക്കണം എന്നുള്ളത് എനിക്ക് ആദ്യമേ തന്നെ ഒരു നിർബന്ധമുണ്ട്. എനിക്കത് വേറൊരു ഉദ്ദേശം വെച്ചിട്ടുമല്ല. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാരെ കണ്ടാലും അപ്പോൾ ഒരുത്തരെ കണ്ടുകഴിഞ്ഞു അവൻ മിക്കവാറും പറയാനാണ്, പറയാൻ മോശം ജാതിയാണെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ അവൻ ഏകദേശം ചോനായിരിക്കും. നമുക്കത് വ്യക്തമാണ്, അത് നമുക്കറിയാം. പക്ഷേ ഇതിനെന്താന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ റേസുകളുണ്ട്, എസ്പെഷ്യലിയിലാണെങ്കിലും സെമിറ്റിക്, ആമിറ്റിക്, ജാഫറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള 3 റേസുകളേക്ക് വെച്ചിട്ടുണ്ട്. ഈ 3 റേസിൽ വരുന്നതായിട്ടാണ് ആദ്യത്തെ 16 ജാതികൾ. പിന്നെ അതിൽ നിന്നൊക്കെ വികസിച്ചതായിട്ടുള്ള 72 ജാതികളും ഒക്കെ നമുക്ക് ഏകദേശം ചില കാര്യങ്ങൾ പരിചയമുള്ളതുകൊണ്ട് നാം പെട്ടെന്ന് തന്നെ കുറേ ആൾക്കാരത് ഞാൻ ഉപയോഗിക്കുന്നൊരു കണ്ണടയുണ്ട്, ഈ ജാതികൾ കണ്ണട. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. മിക്കവാറും അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആയിരിക്കില്ല. ഇനി ഇതൊന്നും അല്ലാത്തവരുണ്ടാവും കേട്ടോ, ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യാനി ഒരുപാടുണ്ട്. പക്ഷെ ജൂത ക്രിസ്ത്യാനിയെ കണ്ടാൽ വേഗം തിരിച്ചറിയും. അതിൽ തന്നെയും നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മധ്യതിരുവിതാംകൂർ നമ്മളൊക്കെ പറയുന്നതായിട്ടുള്ള ഈ മൂവാറ്റുപുഴ മുതൽ ഇവിടെ ചേർപ്പില്ല, ആലപ്പുഴ വരെ, ആലപ്പുഴ വരെ എത്തില്ല, അതിൻ്റെ വടക്കോട്ട് തൃശ്ശൂരിൻ്റെ മധ്യത്തിലായിട്ട് വരുന്നവർക്ക് ഏകദേശം ഷെയ്പ്പാണ്, ഭാഷയ്ക്കല്ലേ വ്യത്യാസം, ഷെയ്പ്പുകളും ഏകദേശം അവരെ കണ്ടാലറിയാം എന്ന് നമുക്ക് പറയും. അവന് കോട്ടയംകാരനാണ്, ചൈന. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ. പക്ഷെ അതിലും തെക്കോട്ട് തിരുവല്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാർ. അപ്പം സാറിന് സമയം ഒരുപാട്. ഇപ്പം എൻ്റെ വീട്ടിൽ പണ്ട് കാലത്ത് വലിയമ്മയും പറയാറ് ഈ സമയത്ത് പിന്നെ ചോറിലിട്ട് പോയാൽ മതി. അല്ല, അതുകൊണ്ടല്ലേ ഇവിടെ നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയല്ലേ, ഇവിടെ അടുത്തൊന്നും കടകളിൽ ഒന്നുമില്ല. അക്കരകത്ത് ഞാൻ ചോറുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, 2 പേര് വരും, അത് ഉണ്ടാക്കിക്കോളൂ. ഇപ്പോൾ ഉണ്ടായി അല്ല, അതിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആയിട്ടൊന്നുമില്ല. അല്ല, ഇവിടുന്ന് മൈക്കിൾ തരകൻ്റെ വീട്ടിൽ ഞങ്ങൾ ഊണ് കഴിച്ചത് ഞങ്ങൾക്കൊരു അഭിമാനമാണല്ലോ. ഈ പറയി തരകന്മാരെ കുറിച്ച് ഉള്ള കഥകൾ കേട്ട് ആണ് ഞാൻ വളർന്നത്. ഞങ്ങൾ അവിടെ കേൾക്കാറുണ്ട്. അപ്പോൾ പക്ഷേ അത് നിങ്ങളാണെന്നപ്പോൾ ഞങ്ങൾ പിന്നീട് മനസ്സിലായി. ഈ പാറായിക്ക് 10 തേങ്ങ പോയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അവൻ വലിയ വാറായിയാണ്. അനന്തകൃഷ്ണ അയ്യരുടെ ആന്ത്രപ്പോളജി ഓഫ് സിറിയൻ ക്രിസ്ത്യൻസ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പാറായി തരവന്മാർ ഓരോ കുടുംബങ്ങളുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് തോമസ് ലിയുടെ കാലത്ത് പറഞ്ഞു. അപ്പം ഞങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ശാസ്ത്രീയമായി പഠിപ്പിക്കാനും പഠിക്കാനും ജോലിയെടുത്തിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അന്വേഷിച്ച് ചെന്നിട്ട് 18-ാം നൂറ്റാണ്ടിൽ എന്തോ കാരണം കൊണ്ട് പിന്നെ പഴുവിൽ ഈ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുനിന്ന് എന്തോ കാരണം കൊണ്ട് ഇവിടെ വന്നു.
ഈ ചേർത്തല കരപ്പുറത്ത് വന്നു. ഇവിടെ വന്ന് ഒരു 50 കൊല്ലത്തിനുള്ളിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പൂരമുള്ളതായി ഇത് മാറി. അത് ആരെങ്കിലും തട്ടിക്കാണും, ആരെങ്കിലും തട്ടിയുടെ പൈസ മൂട്ടിച്ചായിരിക്കാൻ സാധ്യത. എന്തായാലും അത്ര അല്ല അന്ന് നാട്ടിൽ അന്ന് വെട്ടിപ്പിടുത്തങ്ങളാണല്ലോ അല്ല, കയ്യേറ്റങ്ങൾ. അന്ന് അങ്ങനെ വെട്ടിപ്പിടിക്കുന്നുണ്ട്. രാജ്യവും ഡയലോഗും ഒക്കെ ഉണ്ടാകുന്നു. 18-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ അല്ല അത് ഇടത്തരക്കാര്, അത് 2 ഗ്രേഡ് ഇടത്തരക്കാരൊന്നുമല്ല സാർ. 18-ാം നൂറ്റാണ്ടിൽ ഇവിടെ നിയമവ്യവസ്ഥയില്ല. പിന്നെ അവിടെ വെട്ടിപ്പിടിക്കാറിഞ്ഞ കൈവെട്ടി കൊടുക്കത്തരാണ് രാജാവ്. അല്ല നമ്മൾ ഈ ഇടപ്രഭുക്കന്മാർ തമ്മിലും അതിന് താഴെയുള്ളവർ തമ്മിലുള്ള പോരാട്ടങ്ങളില്ല. അവർ തമ്മിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ അടിയാളന്മാരായിരുന്ന പുലയരെ കൊണ്ട് മറ്റുള്ളവരുടെ പുലയരെ അടിപ്പിക്കും. അതല്ലാതെ തോന്നുന്ന യുവമാരും എല്ലാം പുറത്തിറങ്ങി അടിക്കും. ഈ പ്രഭുക്കന്മാരൊന്നും ഒരിക്കലും പുറത്തിറങ്ങി അടിക്കും. ഞാൻ പറഞ്ഞ ചേട്ടന്മാരുടെ കാര്യമാണ്. അത് ചേട്ടന്മാരല്ല, അത് വേറെ ചേട്ടന്മാരല്ല. ഈ എല്ലാവരും നാട്ടിലെ പ്രമാണിമാരാണ് എല്ലാവരും. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും ഒരാളുടെ ചോദിച്ചു കഴിയില്ല, അയാളുടെ ഏറ്റവും വലിയ പ്രമാണി കുടുംബത്തിൽ. അപ്പോൾ ഈ പ്രമാണിമാരല്ലാത്തവർ ഈ നാട്ടിലുണ്ടെന്ന് ചോദിച്ചപ്പോൾ ജാതി പറയും. പുനരും പറയലും അങ്ങനെയുള്ള കുടുംബങ്ങൾ. പിന്നെ അവർ പണിയെടുത്ത് അവരുണ്ടാക്കിക്കൊണ്ടുവരുന്ന നെല്ലും ചോറും കൊണ്ടാണ് ഇതിനൊക്കെ ഈ പണിയൊക്കെ ചെയ്യുന്നത്. പുസ്തകം എഴുതുന്നതും കെട്ടിടം പണിയുന്നതും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഈ കുടുംബത്തിൻ്റെയും കഥകൾ. പക്ഷെ അങ്ങനെ അതിലൊരു കാര്യം അഡീഷണലായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാർ ക്രിസ്ത്യാനികൾ ഇതേപോലെ തന്നെ കുടുംബങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അത് അധ്വാനികളായിരുന്നു. അതായത് എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഞങ്ങൾക്ക് കടമത്തിൽ പെരുമ എന്ന കരയില്ല ഏറ്റവും വലിയ സ്ഥലമുള്ളവർ, ഏറ്റവും വലിയ കണ്ടമുള്ളവർ, ഏറ്റവും വലിയ കന്നുകാലിയുള്ളവർ, 7 പുലയിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. വേറെ ചില കാരണങ്ങളുകൊണ്ടാണ് നാട് വിട്ടത്. അപ്പോൾ അതിൽ എൻ്റെ ചാച്ചൻ, എൻ്റെ ഫാദർ ചാച്ചൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. പുള്ളിക്കാരൻ കൂട്ടാനും കണ്ടടിക്കാനൊക്കെ. അപ്പോൾ കണ്ടടിക്കുന്നതിൽ തെറ്റുവരുത്തിയ പൂട്ടലിൽ തെറ്റുവരുത്തിയ വലിയ വേങ്ങൻ എന്ന് പറഞ്ഞു വലിയ പോലെ കാരണവർ അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ ചാച്ചനെ. അപ്പോൾ കറക്റ്റായിട്ട് പണിയെടുക്കുന്നതായിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മൾ. കഠിനാധ്വാനി. അതേപോലെ തന്നെ 10 മാസവും കരിമ്പാട്ടുന്ന വീടായിരുന്നു നമ്മളുടെ. അപ്പം അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ കെട്ടുവള്ളങ്ങളും കരിമ്പ് കൊണ്ടുവരണം, സ്റ്റോക്ക് ചെയ്യണം, കൊടുക്കണം, വിൽക്കണം, ഇതിനൊക്കെ പകലില്ലാതെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ. എൻ്റെ വല്യമ്മയുടെ ഒരു വിരലിങ്ങനെ മുറിഞ്ഞു പണിക്കാരെ ചവറ് മുറിക്കാൻ പോയത് മലയിൽ 8 കണക്കിന് 10-15-20 പെണ്ണുങ്ങൾ. അപ്പം പണി കാട്ടുന്നത് പോയതാണ്. അവർ വല്യമ്മ പറയുന്നത് ഞങ്ങൾ ബട്ടേരിമാരായിരുന്നു. ഈ വല്യമ്മ വരുന്നതായിട്ടുള്ള കുടുംബത്തിൻ്റെ പേര് കടമെടുത്ത് പൂന്തറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രമാണിമാരുടെ കുടുംബമാണ്. അപ്പം അത് ഞാൻ പറഞ്ഞു കഠിന അധ്വാനികളായിരുന്നു നമ്മളെ ആൾക്കാർ. അതിപ്പോൾ വല്യപ്പനായാലും അവർ മുമ്പോട്ടുള്ള ആൾക്കാർ. അപ്പം അതുകൊണ്ട് ഈ നമ്മളെ ഈ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ ഭാഷയിൽ അവൻ്റെ വിലേൻ്റെ പറയുന്നതിൽ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളതല്ലാതെ അത് പക്ഷേ എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വെച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെയും ഈ നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രവും പഠിച്ചതിൽ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് തന്നെയാണ് ഈ പണം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല അത് സ്വാഭാവികമായിട്ടും ആ കാലത്തിൻ്റെ ഒരു സ്വഭാവം. കാലത്തിൻ്റെ സ്വഭാവം നമ്മൾ പാട്ട് കൊടുത്തിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലത്തൊന്ന് മാറി ചിന്തിച്ചപ്പോഴല്ലേ യേശു ക്രിസ്തുവിനെ ഈ ഞാൻ പറഞ്ഞ അതേപോലെ അതുപോലെ ചിന്തിക്കാൻ കഴിവുള്ളവർ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇല്ലായിരുന്നു. അതാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മാറ്റത്തിന് കാലത്തിനനുസരിച്ച് മാറിയല്ലോ. എവിടെ മാറി? എൻ്റെ ഈ 20-ാം നൂറ്റാണ്ടിലെങ്കിലും മാറിയല്ലോ. എവിടെ മാറി? 21-ാം നൂറ്റാണ്ടിൽ ഈ വരാപ്പുഴയിൽ ജസ്റ്റിസ് വിജയത്തിൽ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് വിജയത്തിൽ വരുന്നതിനോട് പറഞ്ഞിട്ടുണ്ട് ലത്തീൻ കുടുംബത്തിൽപ്പെട്ടവർ, അതായത് കത്തോലിക്കൽ തന്നെയാണ്. കത്തോലിക്കലിൽ വരാപ്പുഴ ലത്തീൻകാരാണ്, എറണാകുളംകാർ സുറിയാനിക്കാരാണ്, ഇങ്ങനെ സുറിയാനിക്കാരാണ്.
ലത്തിയും കാര്യം ഞങ്ങൾ പഠിപ്പിനെ കുറിച്ച് വർത്താനം പറഞ്ഞിട്ടില്ല. വീടും അതിൻ്റെ ഉള്ളിൽ കയറ്റി. അല്ല അതൊക്കെ അല്ല, അതൊക്കെ 21-ാം നൂറ്റാണ്ട് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നൂറ്റാണ്ടിനെ കുറിച്ചിട്ട് അല്ല, 20-ാം നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ടിലും പറ്റുമെങ്കിൽ അത് തന്നെയില്ല. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതേ സമയത്ത് 48 കാലം 50-ന് മുമ്പ് 48 കാലത്ത് എൻ്റെ ചാച്ചൻ ഫാദർ ഏകദേശം ആ പ്രദേശത്ത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. എൻ്റെ ചാച്ചനേക്കാളും വലിയ ആള് ഫസ്റ്റ് കസിൻ കുന്തറ ജോർജ് പുള്ളിക്കാരന് പിന്നെ EMS വലിയ അവാർഡൊക്കെ കൊടുത്തേക്ക് സീറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ചീഫ് എന്താണ് ചീഫായിട്ടുള്ള മേൽനോട്ടക്കാരനാണ് താറാവുകാരൻ. ഞാനൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു 48-ന് മുമ്പിലാണ്. ഇവർ എൻ്റെ ഫാദറിൻ്റെ ജോർജ് ചാച്ചൻ ഈ കൂത്താട്ടുകുളം മേരി എന്ന് പറയുന്നത് വലിയ പ്രസിദ്ധിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. അതോടൊപ്പം തന്നെ അവർ കുഞ്ഞൂസ് റോസമ്മ ആ ബെൽറ്റിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നമ്മുടെ ചാച്ചൻ്റെ കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബമാണ്. മീശ വയ്ക്കുന്നതിന് എതിർപ്പുള്ളൊരു കാലമായിരുന്നു. ചാച്ചനാണ് ആദ്യമായിട്ട് മീശ വെച്ചത്. ചാച്ചൻ പിന്നെ സാമ്പത്തികമായിട്ടും കുറച്ച് ആൾബലമുള്ളൊരു കുടുംബമായതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മുടെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ കുടുംബ വിശ്വാസം ഈ പറയുന്നതായിട്ടുള്ള ആൾക്കാരുമായിട്ട് വളരെ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ചൂഷണം ചെയ്യാതെ പണിയെടുക്കാതെ ആരും പറ്റില്ല. ചാച്ചനാണെങ്കിലില്ല അപ്പനാണെങ്കിലും ഒക്കെ തന്നെ പണിയെടുത്തിട്ടാണ് ജീവിച്ചത്. പാറയക്കാരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി ഞാനവിടെ വെച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ പണ്ട് നടന്നതായിട്ട് ഇപ്പോൾ ചരിത്ര രേഖകൾ പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ട് ബംഗൂറിനൊക്കെ പരിചയമുള്ള ആളുകളായിരിക്കും ഒക്കെ. അല്ല, ഇവരെയൊക്കെ പരിചയം കാണും ആളുകൾ. അല്ല, ഞാൻ പറഞ്ഞത് ഈ കണ്ണൂർ, വയനാട് അല്ല അതറിയാം. ജനങ്ങളുടെ കുടിയേറ്റ ജനതയും അവിടെയുള്ള ആൾക്കാരും അവരും നമ്മളുമായിട്ടുള്ള ഞാൻ വ്യക്തിപരമായിട്ട് അല്ല, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കുടിയേറ്റത്തെക്കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ റിസർച്ച് വർക്ക്. അന്ന് ഞാൻ കയറി ഇറങ്ങാത്ത വീടുകളില്ല എൻ്റെ. പക്ഷേ ഈ കഥ ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും ഭയങ്കരമായ ഒരു സംഘർഷം ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമില്ല. എൻ്റെ ബുക്കിലത് ഇല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളോടൊക്കെ നമ്മളെ ആശ്രിതരോ നമ്മളോട് അടുത്തുള്ള ആൾക്കാരുമായിട്ട് നിന്നിട്ടുള്ളവരോ എല്ലാം തന്നെ നമ്മളങ്ങനെ ഒരു രണ്ടാം തരം ആയിട്ട് കണ്ടിട്ടില്ല. അത് മാത്രമല്ല അവരങ്ങനെ നമ്മൾ ഭീഷണിപ്പെടുത്തി. സെക്കൻഡ് ഗ്രേഡാണ് പലരോണ്ടും, കുറച്ച് സെക്കൻഡ് ഗ്രേഡ് എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിലേക്ക് വന്നിട്ടില്ല. കല്യാണമൊന്നും അവർക്ക് കഴിച്ചു കൊടുക്കില്ല. എന്ത് വന്നാലും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരു കൂട്ടരുള്ളത് അമേരിക്കയിലെ ബ്ലാക്സാണ്. പക്ഷെ അമേരിക്കയിലെ ബ്ലാക്സിന് പോലും ഈ മുതലാളിമാരുടെ അല്ലെങ്കിൽ സായിപ്പന്മാരുടെ വീട്ടിനുള്ള ജോലി വീട്ടിലുള്ള ബട്ട്ലർ ജോലി, പിന്നെ കുക്കിൻ്റെ ജോലി, ക്ലീൻ ചെയ്യാൻ ആ നല്ല നന്നരം വേഷങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് അങ്കിൾ ടോമിനെ കുറിച്ചൊക്കെ ഉള്ള കഥകൾ അവർക്ക് അത് അനുവദനീയമാണ്. പക്ഷെ ഇന്ത്യയിൽ അത് പറ്റില്ല. ഇവൻ വന്ന് ചോറ് വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല. അവൻ തൊട്ട ചോറ് മാത്രമല്ല ചാക്കോയും മത്തായും ഒക്കെ കുഴിവെട്ടികളാണ്. നമ്മളുടെ മാർഗവാസികൾ. ഞാൻ പറയുന്നത് അമേരിക്കയിൽ ഒക്കെ ഉണ്ടായിരുന്ന പോലുള്ള സ്ലേവറി ഇവിടെ ഇല്ല എന്ന് പല ചരിത്രകാരന്മാരും പറയാറുണ്ട്. അതിനേക്കാൾ ബോസായിരുന്നു ഇവിടുത്തെ സ്ലേവറി. അതിനേക്കാൾ ഇവിടെ ഇപ്പോൾ ഇത് നമ്മൾ പള്ളിയിൽ ആദ്യകാലത്തെല്ലാം കുഴിവെട്ടികളുണ്ടായിരുന്നു. ഈ വേപ്പലയിലും പറയലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് അല്ലേ നമുക്ക് നമ്മളെ അനുഭവം അങ്ങനെയാണ്. എന്ത് പറയുന്നത്, ഇപ്പോൾ ഈ ബിനാലെ വന്നല്ലോ ഇവിടെ കൊച്ചിയിൽ. ബിനാലെ വന്നപ്പോൾ കഴിഞ്ഞ ബിനാലേക്ക് സൗത്ത് ആഫ്രിക്ക എന്നൊരു ടീം, ഒരു ഗ്രൂപ്പ് വന്നു, ആർട്ടിസ്റ്റ്. അവർ കുറേ പോസ്റ്റേഴ്സുമായിട്ടാണ് അവരൊരു പോസ്റ്റർ എക്സിബിഷൻ നടത്തി. സൗത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ
ശരി. ശ്രേയസിനെ ആണ് ജോലി ചെയ്യിപ്പിച്ചത്. അവരുടെ പേരുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് വെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ മലബാർ എന്ന് വ്യക്തമായി പേരെഴുതിയ ഒരു കൂട്ടമാണുള്ളത്. അത് എത്ര വയസ്സുള്ളവർ? 14, 12, 13, 10 വയസ്സുള്ള കുട്ടികൾ. അപ്പോൾ ഇതേക്കുറിച്ച് ഇതിൻ്റെ അർത്ഥം മലബാറിൽ നിന്നും അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ സമൂഹം എന്നെങ്കിലും അതേക്കുറിച്ച് ബോധം കിട്ടുന്നു. നമ്മുടെ ഒരു ചരിത്ര പുസ്തകത്തിലും ഇല്ലല്ലോ. ഇതൊന്നും രണ്ടും അല്ലല്ലോ. എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല അതേക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് പലയിടത്തും. പിന്നെ മലയിലും മറ്റേ നസീർ ത്യാബ്ജി ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ തലകുനിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്ലേവ് ട്രേഡ് നടന്നിരുന്ന 2 സ്ഥലം ഇന്ത്യയിൽ. ഒന്ന് മാഹി, രണ്ടാമത്തത് കൊച്ചി. നമ്മുടെയൊക്കെ മൂക്കിന് താഴെയാണ് ഇത് നടന്നത്. കാലഘട്ടം ഏത് കാലഘട്ടമാണ്? ഏത് കാലത്താണ്? ത്രൂ ഔട്ട് ദ കൊളോണിയൽ പീരീഡ് ആണോ? 20-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇല്ലാതായിട്ടാണ്. പക്ഷെ എന്നുവെച്ചാൽ ആ സമയത്ത് ഈ വിൽബർ ഫോഴ്സും ഒക്കെ ഇംഗ്ലണ്ടിൽ സ്ലേവറിക്കെതിരായ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ഇന്ത്യയിൽ തന്നെ 1855 ആയപ്പോഴേക്ക് സ്ലേവറി ബാൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ടായി 1855 ബാൻ ചെയ്തു എന്ന് പറയുന്നത് ഡോക്ടർ A.V. ജോസിൻ്റെ പഠനമുണ്ട്. 1930 വരെ ഉള്ള റെക്കോർഡുകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ തുടരുന്നുണ്ടായിരുന്നു, വീണ്ടും ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. 1930 വരെ. അല്ല, ഇവിടെ നമ്മൾ ആഭ്യന്തര സ്ലേവറി അന്നേ ഉണ്ടല്ലോ. ആ കാലത്തിലുണ്ടായിരുന്നു. വയനാട്ടിലുണ്ടായിരുന്നു. വയനാട്ടിൽ 962 വരെ ഉണ്ടായിരുന്നു. വള്ളിയൂർക്കാവിൽ പണിയര് ഒരു കൊല്ലത്തേക്ക് വല്ലിക്ക് കെട്ടി 62. ആ 62-ലാണ് ഇതിനെക്കുറിച്ച് കേരളത്തിലെ ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു പുസ്തകം പാനൂർ എഴുതിയത്. അത് പിന്നെ യുനെസ്കോയിലൊക്കെ ചർച്ച വന്നു. നെഹ്റു കേട്ടു. നെഹ്റുവിന് വലിയ നാണക്കേടായി. അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഹോട്ടലായിട്ട് കോഴിക്കോട്ടേക്ക് വിളിച്ചു പറഞ്ഞു. ഈ കഴിഞ്ഞ 5 കൊല്ലം മുമ്പുണ്ടായ വേൾഡ് സെർവിറ്റ്യൂഡ് കോൺഫറൻസിൽ അത് തന്നെ റേസ് ചെയ്തു. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്ലേവറി ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ടോ? പിന്നെ ഇപ്പൊ വയനാട്ടിൽ ഇപ്പൊ പണിയുടെ ഇടയിലില്ലെങ്കിലും കൊടകിലേക്ക് പോയി കഴിഞ്ഞാൽ, കൊടക് കർണാടകത്തിലൊക്കെ ഇത് ഏകദേശം ഉണ്ട്. അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മേടം 1-ാം തീയതിയാണ്, മറ്റേത് മീനം 13-ാം തീയതിയായിരുന്നു. കൃത്യമായിട്ടൊരു കാലമൊക്കെ ഉണ്ട്. അപ്പോൾ സാറേ നമുക്ക് ചേർക്കാറുള്ളതാണ്. മൈക്കിൾ തരാൻ അളിപ്പിക്കാൻ സാറിനെ പരിചയമുള്ളവർക്കൊക്കെ കാണുമ്പോഴേ ഒരു സാറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് പറയാമോ? ഞാൻ തന്ന കാർഡല്ല, ഇതിനകത്ത്. PK മൈക്കിൾ തരകൻ, പാറായിൽ വല്യാള, കാക്കത്തുരുത്ത്, എരമല്ലൂർ PO 688537, ആലപ്പുഴ ഡിസ്ട്രിക്ട്. ഫോൺ നമ്പർ എനിക്ക് നല്ല ഓർമ്മയില്ല, കാണാതെ അറിയത്തില്ല അല്ലേ? നോക്കണം. ഇടയിൽ സാമ്പത്തികമായി സഹായിക്കാൻ സഭയല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ആൾ തച്ചിൻ മാത്യു തരകനാണ്.
ആ തച്ചിൽ മാത്തൂത്തരൻ ആലങ്ങാട്ടുകാരനായിരുന്നു. ആലങ്ങാട് ആലങ്ങാട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആലുവ UC കോളേജൊക്കെ ഇരിക്കുന്ന ആ പ്രദേശമാണ് ആലങ്ങാട്. അതൊരു രാജ്യമായിരുന്നു. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. എല്ലാം രാജ്യങ്ങളാണ്. പറവൂര് വേറെ രാജാവ്. പറവൂരിൻ്റെ പറവൂരല്ല അല്ലേ? പറവൂരല്ല, ആലങ്ങാട്. ആലങ്ങാടിൻ്റെ അദ്ദേഹം പറവൂർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അല്ല, അതിപ്പം തൊട്ടടുത്ത വലിയ ഏരിയ അറിയപ്പെടുന്ന സ്ഥലം. ഇതിപ്പം കാക്കത്തുരുത്ത് നിങ്ങൾ വന്നത് എഴുപിന്നെ എന്ന് പറഞ്ഞതുപോലെ എഴുപിന്നേലും ഒരു രാജാവുണ്ട്, ഇവിടെ ഒരു രാജാവുണ്ട് എന്ന് പറഞ്ഞാൽ പറവൂരുണ്ട് രാജാവ്, മറ്റിടത്തും രാജാവുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഈ രാജാക്കന്മാർ. ഈ ആലങ്ങാട്ട് രാജാവ് എന്നൊക്കെ പറയുന്നത് ആലങ്ങാട്ട് രാജാവിൻ്റെ പിന്നെ ഒരു കാര്യസ്ഥനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. MO ജോസഫ് നെടുങ്കുന്ന് എഴുതി വരുമ്പോൾ അദ്ദേഹം ധനകാര്യം അതുമല്ല, ഒരു കാര്യസ്ഥനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് തച്ചിൽ മാത്തൂത്തരൻ. അയാൾ ചെറുപ്പത്തിൽ ഭയങ്കര എന്താ ദുർമാർഗിയും മറ്റു കള്ളുകൂടിയനുമൊക്കെ ആയി അയാൾ കൊള്ളമൊക്കെ നശിപ്പിച്ചു. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇയാളുടെ അച്ഛൻ്റെ കൂട്ടുകാരായിരുന്ന 2 പിന്നെ ഷേണായിമാർ, ഗുമിണി, അവർ ആലപ്പുഴയിൽ കേശവദാസിൻ്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് അവരോട് വന്നു. ഇയാളെ വിളിച്ച് അച്ചൻകോവിൽ ആറിൻ്റെ അടുത്തു നിന്നുള്ള തേക്ക് തടി വെട്ടി ആലപ്പുഴ കൊണ്ടുവന്നു. അവിടെ നിന്ന് വെട്ടി ഇവിടെ കൊണ്ടുവരണമെങ്കിലത്തെ അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ അവിടെ ചെന്ന് ഇത് വെട്ടി ആനയെ കൊണ്ട് ഉരുട്ടി അച്ചൻകോവിൽ ആറ്റിലാക്കി, ആറ്റിൽ കൂടെ ഒഴുക്കി ഇവിടെ ആലപ്പുഴ കൊണ്ടുവന്ന് ആലപ്പുഴ വട്ടക്കാർ വെട്ടി ഇത് പിടിച്ചെടുത്ത് അത് കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ. അങ്ങനെയാണ് ഇയാൾ കാശി. പിന്നെ പമ്പയിലും ആദ്യം മരക്കച്ചവടക്കാരനായിട്ട് തുടങ്ങി. പിന്നെ ഗവൺമെൻറ് ഈ മാർത്താണ്ഡവർമ്മയുടെ കാലം കഴിഞ്ഞ് ധർമ്മരാജാവ് അധികാരത്തിൽ വന്നപ്പോൾ അത് ആ കാലത്ത് പ്രധാനപ്പെട്ട ഐറ്റത്തിലൊക്കെ മൊണോപ്പൊളി കുരുമുളക് മറ്റു കാര്യങ്ങളും. ഈ മൊണോപ്പൊളി 4 ഉപ്പ് മുതൽ തടി വരെയുള്ള 4 പ്രധാനപ്പെട്ട സാധനങ്ങളുടെ മൊണോപ്പൊളിയായി അത് മാറി തച്ചിൽ മാത്തൂത്തരൻ. തച്ചിൽ മാത്തൂത്തരകൻ ഈ ഇവിടുത്തെ സുറിയാനി കത്തോലിക്കരുടെ വലിയൊരു നേതാവായി. ഇയാളാണ് എല്ലാവർക്കും പണം കൊടുക്കുക. അപ്പോൾ ഇയാളുടെ പ്രധാന ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അന്ന് കത്തോലിക്കരും യാക്കോബായക്കാരുമായിട്ട് പിണങ്ങി നിൽക്കുക. ഇവരെ 2 പേരെയും കൂടി ഒന്ന് അടുപ്പിക്കുക. ഇവർ 2 പേരും കൂടി അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അവർ MGS എനിക്ക് തമാശന് പറഞ്ഞാൽ MGS എന്നോട് പറഞ്ഞ് നിങ്ങൾ 2ഉം കൂടെ ഒന്ന് അടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നുകൂടെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞ പോലെ പിന്നെ ഇവരെ അടുപ്പിക്കാനായിട്ട് ആദ്യം ഇയാളുടെ കപ്പലിൽ, അതിൻ്റെയൊക്കെ റെക്കോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇയാളുടെ കപ്പലിൽ പണ്ടാരി പൗലോസ് എന്ന് പറഞ്ഞ് ഒരാൾ പുത്തൻ ചെറുക്കാരനാണ്, ഒരച്ഛനെ ബിഷപ്പാക്കാനായിട്ട് പാത്രിയർക്കീസിൻ്റെ അടുത്ത് വിടും. അപ്പം പാത്രിയർക്കീസിനെ അനുവദിക്കില്ല ഇവിടെ, പോർച്ചുഗീസുകാർ ഭരിക്കുകയാണ് കത്തോലിക്ക സഭയിൽ. അപ്പോൾ പക്ഷെ അയാളവിടെ പോയി മെത്രാനൊക്കെ ആയപ്പോൾ എന്ത് പറ്റി? അയാൾക്ക് വട്ടായി, അയാൾ ഭ്രാന്തായവനെ എങ്ങനെ ബിഷപ്പാക്കുക, കാരണം അത് ഡ്രോപ്പ് ചെയ്യും. അപ്പോഴേക്ക് ഇയാളും വേലുത്തമ്പിയായിട്ട് ഉടക്കി, വേലുത്തമ്പി ഇയാളെ പിടിച്ച് ജയിലിലിട്ടു. അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെട്ടൊക്കെ വന്നെങ്കിലും തകർന്നു. ഇയാൾക്ക് 10-14 ലക്ഷം രൂപ ടിപ്പു സുൽത്താന് എതിരായിട്ട് ഉള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് കൊടുത്ത അത് അത് 8 ലക്ഷം എന്നാണ് കണക്ക് ശരിക്കും. പക്ഷേ ഇപ്പോൾ പറഞ്ഞ് 15 ഒക്കെ ആയിട്ടുണ്ട്. അതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ആളുകൾ. എന്ന് മാത്രമല്ല നായന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ ഉറപ്പുമായി. അതായത് ഈ വേലുത്തമ്പി തെക്കൻ കേരളത്തിൽ നിന്നാണ്. തെക്കൻ കേരളത്തിൽ സിംഹനല്ലൂർ നാട്ടുകൂട്ടത്തിൻ്റെ ലീഡറായിരുന്നു. അവർ ആദ്യമായിട്ടൊരു കമ്മ്യൂണൽ സ്റ്റേറ്റ്മെൻ്റ് അയാളുടെയാണ് വരുന്നത്. ഈ കുരിശും കൊടിയും നമ്മളെ അടക്കി ഭരിക്കും, അങ്ങനെയാണത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമായി. അയാളെ തോറ്റു. ഈ തച്ചിൽ മാത്തൂത്തരൻ 814 അയാൾ മരിച്ചു.
അയാൾ മരിച്ചുകൊണ്ടൊരു വലിയ ഗ്യാപ്പായി, വലിയൊരു നേതാവാണല്ലോ പോയത്. ആ സ്ഥാനത്തേക്ക് ഇവർ ഈ പാറായി തരവന്മാർ എന്ന് മാത്രമല്ല, ഈ തച്ചിൻ മാത്തൂർ തരയൻ ആലങ്ങാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ആലപ്പുഴയിൽ തത്തമ്പള്ളിയിൽ ഒരു ബംഗ്ലാവ് പണിതു. ആദ്യമായിട്ട് കേരളത്തിലെ ഒരു കേരളീയൻ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ബംഗ്ലാവ് പണിയുന്ന ഇയാളാണ്. ആ ബംഗ്ലാവ് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തത്തമ്പള്ളി പള്ളിയും അയാൾ പണിതാണ്. അപ്പോൾ ഈ ബംഗ്ലാവിലേക്ക് അന്നത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇൻവൈറ്റ് ചെയ്തു. അവസാനം ധർമ്മരാജാവിൻ്റെ അനന്തരവനായിരുന്ന ബാലരാമവർമ്മ, അതായത് ചെറുപ്പക്കാരനായിരുന്ന രാജാവുണ്ടായിരുന്നു കുറച്ചാൾ. ആ രാജാവിനെ ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ച് രാജാവിനെയും വീട്ടിൽ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നു. കുറച്ച് മുമ്പേ നിങ്ങൾ പറഞ്ഞില്ലേ ഉണ്ണുന്നത് വലിയ പേരാണ് എന്ന് പറഞ്ഞതുപോലെ രാജാവിനെ കൊണ്ടുവന്ന് ഊണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ വലിയൊരു സ്ഥാനത്ത്. പക്ഷെ അതുപോലെ തന്നെ അസൂയക്കാരും കൂടി. അപ്പോൾ വേലുത്തമ്പി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയാം, ഇയാളുടെ ബംഗ്ലാവ് ആനയെ കൊണ്ട് കുടിച്ചു കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ അറയും നേരെയും അത് മെറ്റലിൻ്റെയാണ്, ഇരുമ്പാണ്. അത് മാത്രം പൊതുമരാമത്ത് വകുപ്പിന് ഏൽപ്പിച്ചു. അപ്പം പൊതുമരാമത്തിന് ഏൽപ്പിച്ചു. അവരത് അവരുടെ കയ്യിലിരിക്കുകയാണ്. 1831 ഇയാൾ 1814 ഇയാൾ മരിച്ചു. 1831 അത് പിന്നെ ലേലത്തിന് വെച്ചു. ലേലത്തിന് വെച്ചപ്പോൾ ഞങ്ങളുടെ കാരണവന്മാർ പോയി. അപ്പോൾ അന്നത്തെ ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരായി ഇവരെ അവരോധിക്കുകയാണ്. അവർ പോയത് അത് വിലയ്ക്ക് മേടിച്ച് കൊണ്ടുവന്ന് അവർ പലരുടെ വീടിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. പഴയ ബംഗ്ലാവിൻ്റെ ഈ വീട് ഇത് ഇപ്പം എവിടെ ഉള്ളത്? ഇത് ഈ കായലിന് തൊട്ടക്കരെ നിങ്ങൾ വന്നില്ലേ, എരുവിനെ കണ്ടില്ലേ? എരുവിനെ പള്ളി നടുക്ക്, ഇടതുവശത്ത് ഈ വീട്, വലതുവശത്ത് ഈ വീട്. ഇപ്പോഴും അവിടെ ഞങ്ങൾ തന്നെയാണ് താമസം. ഇത് എരുവിൻ്റേത്. പക്ഷേ എരുവിൻ്റെയിലേക്ക് ആളുകൾ മാറിയത് ഇവിടുന്ന് ആദ്യത്തെ വീട് വലിയ ആളാണ്, രണ്ടാമത്തെ വീട് അയ്യനാട്ട്, പിന്നെ എൻ്റെ വീട് ഇത് തേക്കനാട്ട്, ഞാൻ ജനിച്ച വീട്. അപ്പോൾ എഴുപന്ന തരകന്മാരെന്ന് പറഞ്ഞാൽ പാറായി തരകന്മാരുടെ ഒരു ബ്രാഞ്ചാണ് തൈക്കാട് സ്റ്റേറ്റിൽ. എന്തായിരിക്കും കേരളത്തിൻ്റെ ഭാവി പറയാനൊന്നും ഞാൻ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും. ചരിത്രകാരൻ എപ്പോഴും പുറകോട്ടല്ലേ മുമ്പോട്ടല്ലോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർത്തമാന പുസ്തകത്തിൻ്റെ ഒറിജിനൽ കോപ്പി ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ കുടുംബത്തിലാണ്. അന്നത്തെ കാലത്ത് പക്ഷെ അത് മലയാളത്തിലുള്ളതല്ലേ? മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലുള്ള അതെന്തായാലും അല്ല, ഒറിജിനൽ കോപ്പി അതായത് പാലമാക്കൽ തോമാക്കത്തനാരുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ ഒറിജിനൽ കോപ്പി അത് ഞങ്ങളുടെ കയ്യിലാണ്. അത് ഞങ്ങളുടെ കയ്യിൽ വരാൻ കാരണം ഊഹമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് മിഷണറിമാർ അത് കയ്യിൽ കിട്ടിയാൽ കത്തിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ചാവറ കുര്യാക്കോസ് അച്ഛൻ. ചാവറ കുര്യാക്കോസ് അച്ഛൻ ഇതിനെതിരായിരുന്നു. ചാവറ കുര്യാക്കോസ് അച്ഛൻ ആർച്ച് ബിഷപ്പിൻ്റെ സൈഡിലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ സ്ട്രഗിളൊന്നുമില്ല, അതുപോലെ തന്നെ ഉള്ള സ്ട്രഗിളായിരുന്നു അന്ന്. ചാവറ കുര്യാക്കോസ് അച്ഛൻ ഇത് കണ്ടാൽ കത്തിച്ചു കളയണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ കൈ കിട്ടിയാലത് അപ്പോൾ ഈ ഇത്രയും വലിയ ശത്രുക്കളിൽ നിന്നൊക്കെ ഇത് രക്ഷിക്കണമെങ്കിൽ അന്ന് ഞങ്ങൾ സ്വന്തം പിന്നെ സൈന്യം എന്ന് പറഞ്ഞാൽ ഗുണ്ടാപ്പടയൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഇത് എത്തിയത്. എന്തായാലും അത് അടുത്ത് തന്നെ വിടുതല ഉണ്ടായിരുന്നു. 2004 ഞങ്ങളുടെ കുടുംബയോഗം ഒക്കെ തീരുമാനിച്ച് അത് വക്കീൽ വിധേയത്തിൽ കർദിനാളായപ്പോൾ അദ്ദേഹത്തിന്
മറ്റു വിധത്തിൽ ഞങ്ങളുടെ ബന്ധുവായിരുന്നു. ഒരു ബന്ധുവായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ കൊടുത്തു. അദ്ദേഹം സെൻറ് തോമസ് മ്യൂസിയത്തിൽ എക്സിബിറ്റായിട്ട്. എവിടെ അത്? തൃശ്ശൂരോ? അല്ല, എറണാകുളത്ത്. കാക്കനാട്. കാക്കനാട്. കാക്കനാടാണല്ലോ ഈ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായുടെ ആസ്ഥാനം. സാർ എഴുതിയ വേറെ ബുക്കുകൾ ഏതൊക്കെയാണ്? വേറെ ബുക്കുകൾ ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ബുക്സ് അതൊക്കെ പറയണമെങ്കിൽ വലിയ ഒരുപാടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്നത് പലരും ഞാൻ ആലപ്പുഴയെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പ്രധാനമായിട്ടുള്ള. പിന്നെ പലരും ഈ ആമുഖം എഴുതാനും ഒക്കെ. സാർ എൻ്റെ പുസ്തകം വായിച്ചിട്ട് ഒരു വിമർശനാത്മകമായിട്ടുള്ള, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതല്ല ഇംഗ്ലീഷ് പുസ്തകം, ഞാൻ പുതിയ പുസ്തകം തന്നെ. കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ എബിലിറ്റി ടു എൻവിസേജ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ലെവൽ, അതൊക്കെ വേറൊക്കെ ആർണോൾഡ് ടോയിൻബിയൊക്കെ. നമ്മൾ അത്രയൊന്നും വലിയ ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നത് ആർണോൾഡ് ടോയിൻബിയുടെയൊക്കെ മനസ്സ് വർക്ക് ചെയ്യില്ല. അദ്ദേഹം സ്വന്തം രാജ്യത്തിൽ നിന്നൊക്കെ വിട്ട് ലോകം മുഴുവൻ അല്ല, എനിക്കങ്ങനത്തെ ഒരു തോന്നൽ, ഞാൻ ഹിസ്റ്ററിയിൽ 3 തരമായിട്ടുള്ള ആൾക്കാരെയാണ് ഹിസ്റ്ററി എഴുത്തുകാരൻ. 1 മെറ്റീരിയലിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, 2 ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. ഈ 2 പേരുമാണ് ഇവിടെയുള്ള ചരിത്രകാരന്മാർ 2 ഡിവിഷനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. 2 പേര്. 1 പ്രശസ്തകർ, രാജസ്തുതി പാഠകർ, മറ്റൊരു ഭൗതികവാദികളായിട്ടുള്ള ചരിത്രകാരൻ. സാറിനെ പോലുള്ളവർ ഏകദേശം ആ ഗണത്തിലാണ് വരുന്നത്. അവർക്ക് തെളിവുകളാണ്. തോമാസിനെ പോലെ തന്നെയാണ്, സംശയിക്കുന്നതല്ല, സംശയം മാറ്റിയിട്ടില്ല. അതേ സമയത്ത് ഞാനൊരു 3ാമത്തെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. അത് ഒരു ഹ്യൂമനിസ്റ്റ് ലൈനാണ്, ഹ്യൂമനിസ്റ്റ് പാത. വാസ്തവത്തിൽ അതൊരു ജീവനിസ്റ്റ് പാതയാണ് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യ ചരിത്രം, ജാതികളുടെ ചരിത്രം, സമൂഹങ്ങളുടെ ചരിത്രം, അവരുടെ പേരുകൾ അവരെ ഉയർത്തിക്കൊണ്ട്, അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതായിട്ടുള്ള ചരിത്രമാണ്. അതിൻ്റെ എൻ്റെ വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ചിട്ട്, ഒരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ള ചക്രവർത്തിയുടെ പേരൊക്കെ, ഏറ്റവും വലിയ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ വീതി വിസ്താരണങ്ങളറിയാം, അതിലെ ഓരോ കല്ലുകളെക്കുറിച്ച് അറിയാം, അതിന് തൂക്കവും മണ്ണും അറിയാം, അതിലെത്ര എണ്ണം ഉണ്ടെന്ന് പോലും അറിയാം. പക്ഷെ അതുണ്ടാക്കിയ ആയിട്ടുള്ള ജനമാരെന്നറിയില്ല, ജനമാരെന്ന് പറയുന്നത് ആ ജനമാണ്, ആ ജനത്തിൻ്റെ ചരിത്രമാണ്. അതുപോലെ തന്നെയാണ് മോഹൻജദാരോ ഹാരപ്പ. അവിടെ വലിയ തീർത്ഥക്കുളങ്ങളുണ്ട്, അവിടെ വലിയ ഗ്രാനറികളുണ്ട്, അവിടെ വലിയ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ളതായിട്ടുള്ള നഗരങ്ങളെ കുറിച്ച് പറയുന്നത്. പക്ഷെ അതുണ്ടാക്കിയിട്ടുള്ള ജനത്തിനൊരു പേരില്ല, ആ പേരങ്ങളില്ലാതായി. എന്തുകൊണ്ട് മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളായിട്ടുള്ള ജനതയുടെ പേര് എക്സ് ആകാം, വൈ ആകാം, എ ആകാം, ബി ആകാം. പഴയകാലത്ത് ജനസമൂഹങ്ങളുടെ പേരുകൾ പറഞ്ഞു അതൊരു പക്ഷേ എലാമൈറ്റ്സ് ആകാം, സിദോണിയരാകാം, അമോറൈറ്റ്സ് ആകാം, അറബികളാകാം. ഇവരുടെ പേരുകളൊക്കെ ഇല്ലാതായി. ആ പേരുകളാണ്, അതാണ് ജനങ്ങളുടെ ചരിത്രം. അപ്പം ജനങ്ങളുടെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ജനങ്ങളുടെ ഇന്നുള്ള പേരുകൾ, ഇവിടെ നായന്മാർ പേരുകളുണ്ട്, ഈഴവാസിന് പേരുകളുണ്ട്, ക്ഷത്രിയന് പേരുകളുണ്ട്, യാദവന് പേരുകളുണ്ട്, ഈ ചോളന് പേരുകളുണ്ട്, പാണ്ഡ്യന് പേരുകളുണ്ട്. ഈ ജനത്തിൻ്റെ പേര് പറയാതെ അവൻ്റെ സംഭാവനകളെ കുറിച്ചിട്ടോ അവൻ്റെ സൃഷ്ടികളെ കുറിച്ചിട്ടോ പറയാം. പക്ഷേ ഇപ്പോഴത്തെ ചരിത്രം അങ്ങനെയാണ്. ഇപ്പോഴും നമ്മൾ ചരിത്രം ആലോചിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ 60 വർഷത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഈ സംഭവങ്ങളുടെയൊക്കെ
കാര്യം പറയുമ്പോൾ പേരുകളുള്ളവരുടെ പേരുകളൊക്കെ നോട്ട് ചെയ്യും. പക്ഷെ പേരില്ലാത്ത ഒത്തിരി ആൾക്കാർ, പേരില്ലാത്ത ആൾക്കാരുടെ ചരിത്രം പറയാനൊന്നും ആരുമില്ല. സബാൾട്ടേൺസിന്റെ ചരിത്രം പറയാനില്ല. അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ എഴുതുന്നു അതാണ് സബാൾട്ടേൺസിന്റെ. അതെ. അപ്പം അതുകൊണ്ട് മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളായിട്ടുള്ള അന്നത്തെ പേരുകളിൽ പറയുകയാണെങ്കിൽ അവിടുത്തെ ലാമൈസിനെ കുറിച്ചിട്ട്, അവിടുത്തെ അമോറൈസിനെ കുറിച്ചിട്ട്, അവിടുത്തെ സിഡോണിയരെ കുറിച്ചിട്ട് ഈ പേരുകളെല്ലാം ഉള്ളതാണ്. ആ ജനം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ പിൻഗാമികൾ ആരാണ്? മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കൾ ആരാണെന്ന് പേരെടുത്ത് പറയുന്ന ചരിത്രകാരൻ. ഞാൻ തന്നെ നിങ്ങളെ പറയിത്തരന്മാരുടെ വീടുകൾ കാണിച്ചു. ഈ വീടുകൾ അവരെ കൊണ്ടൊന്നും അവരാരും പണിതായിരുന്നില്ല. അത് പണിത ആളുകളുണ്ടായിരുന്നു. അവരെ കുറിച്ച് ആർക്കും അറിയില്ല. അവരെ ആരും അറിയാതെ അവരെ ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്തു എന്ന് മാത്രമല്ല. പക്ഷേ ഞങ്ങൾ ഈ ബുക്ക് എഴുതിയത് അവരുടെ കയ്യിൽ തന്നെയുള്ള, ഈ പറയിത്തരന്മാരുടെ കയ്യിൽ തന്നെയുള്ള ഓല രേഖകൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. അല്ല, പണിയാളുകൾ ഇത്ര അവരുടെ ചില പേരുകൾ വരുന്നു. ഒരു പണിയാൾ പെണ്ണിൻ്റെ കല്യാണം പറയുന്നു, അവളെ ഉപദ്രവിക്കരുത് എന്ന് മുതലാളി എന്നെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പിക്ചർ വായിച്ചത് മറ്റുള്ളവരുടെ ശരീരം ഉപയോഗിച്ചുള്ള ജോലി അത് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ്. അത് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 10% കുറവായിരുന്നു. 10% കുറവായിരുന്നു പുരയിലും പനയിലും ഒക്കെ കൂടുന്ന. ക്രിസ്ത്യാനികൾ അധ്വാനികളാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ മലയാളക്കാരിയെല്ലാം പറയുന്നത് ഈ കായൽ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന നെല്ലാണല്ലോ നമ്മുടെ സ്റ്റേറ്റിൽ ഫുഡ്. ഈ നെല്ല് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അറിയാവുന്ന പുലയിലും പറയലും അല്ലാതെ ഒരാൾക്ക് ചെയ്യാനറിയില്ല. കൊയ്യാനും അറിയില്ല. ഇന്നും കുട്ടനാട്ടിൽ കൊയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു 90% പേര് അവരുടെ കഥ പറയാതെ അവർ ഉണ്ടാക്കിയ ഊണ്, അവരുണ്ടാക്കിയ ചോറ് വെട്ടി വിഴുങ്ങിയിട്ട് നമ്മുടെ ചരിത്രം പറയുന്നതിനകത്ത് അർത്ഥമില്ല. അല്ല, നമ്മളങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വിഭാഗത്തിൽ തന്നെ തമസ്കരിക്കുകയോ പാർശ്വവൽക്കരിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള ചരിത്രമാണ് ഇവിടെയുള്ളത്. അതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് പറയാൻ തുടങ്ങുന്നത്. പറയുന്നതിൽ അതിൽ പറഞ്ഞു വരുമ്പോൾ വളരെയധികം ഇന്നത്തെ ചരിത്രകാരന്മാർ എഴുതി വെച്ച പലരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ വരും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഒറ്റ വലിയ ഉദാഹരണം, ഇപ്പോൾ അമോര്യർ എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള മെസപ്പൊട്ടോമിയൻ ജനതയാണ് ഇവിടുത്തെ മൗര്യന്മാർ. ഒരിക്കലും എവിടെയില്ല അമോര്യർ. സിഡോണിയർ എന്ന് പറയുന്നത് സിഡോൺ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ചോളന്മാരും പാണ്ഡ്യന്മാരും. അവരുടെ ദേവീദേവന്മാരെ കുറിച്ചിട്ടും അവരുടെ ചിഹ്നങ്ങളെക്കുറിച്ചിട്ടെല്ലാം ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അവർ സിഡോണിൽ നിന്ന് വന്നവരാണെന്ന് ആ ജനത്തിൻ്റെ പേര് ഫിനീഷ്യന്മാരെന്നോ സിഡോണിയരാണോ എന്നുള്ളൊരു ചരിത്രം ഇവിടെയില്ല. അപ്പം ഇത് അറിയപ്പെടുന്നു. അവനൊരു പാരമ്പര്യവും. ഇപ്പോൾ സാറ് പറഞ്ഞു പുലയരെ കുറിച്ചിട്ട്. ആരാണ് പുലയർ? ഇന്ന് വരെ പുലയൻ്റെ ചരിത്രം ഇവിടെ ഉണ്ടോ? പുലയരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പുലയനാർ കോട്ടയെ കുറിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രം ഇപ്പോൾ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ വന്നിട്ടില്ല, കാര്യമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ വന്നു തുടങ്ങി. പക്ഷേ അവിടെയും നമ്മൾ അന്വേഷിക്കണം. ഇതിൽ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാട്. ഇപ്പം ഞാൻ പറയും പലരെ, ഞാനിപ്പോൾ എൻ്റെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. പലരെന്ന് പറഞ്ഞ വാസ്തവത്തിൽ ഫിലിസ്റ്റീൻ അവർ ഈജിപ്തിൽ നിന്ന് വരുന്നവരാണ്, ഈജിപ്ഷ്യൻസാണ്. ഈ ഫിലിസ്റ്റീൻ വിഭാഗമാണ്
പുലസ്ത്യൻ എന്ന് നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞു. പുലസ്ത്യ മഹർഷി. ഈ പുലസ്ത്യൻ്റെ പിന്മുറക്കാരാണ് പുലയർ. അവർ നൈൽ നദീതടത്തിൻ്റെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് വിദൂര നാവികരായിട്ടുള്ള വിദൂര ദേശങ്ങളിലെ വാണിജ്യം നടത്തിയിരുന്ന ആൾക്കാരായിരുന്നു. അവരങ്ങനെ സിന്ധു നദീതടത്തിൽ വന്ന് അവിടെ നിന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യാപാരികൾ. ആ വ്യാപാരിയിൽ പ്രമുഖനായിരുന്നു രാവണൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള കുബേരൻ. രാവണനും വർഗത്തിൽപ്പെട്ട അവർ അവിടെ നിന്നിട്ട് ശ്രീരാമൻ്റെ കാലത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ലങ്ക എന്ന് പറയുന്നത് ശ്രീലങ്കയല്ല, ഗുജറാത്തിൽ സൂറത്തിനടുത്തുള്ള ഈ കുമ്പളങ്ങി പോലെയുള്ള ഒരു ദ്വീപായിരുന്നു. കപ്പലുകൾ അടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദ്വീപായിരുന്നു ഈ പറയുന്നതായിട്ടുള്ള രാവണൻ്റെ ലങ്ക. കച്ചവടക്കാരായിട്ട് ഈജിപ്ഷ്യൻസാണ്. അവരെ രാമൻ പരാജയപ്പെടുത്തിയ കാലത്ത് അവിടെ നിന്നിട്ട് പരാജയം ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ പുലയരെന്നുള്ളതാണ്. ഇത് എൻ്റെ ഒരു കണ്ടെത്തൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പോൾ പുലയൻ എന്ന് പറയുന്നത് നല്ല കാർഷിക നാഗരികതയുള്ളവരും കൃഷിക്കാരും അധ്വാനശീലരും ആണ്. പക്ഷേ ഞാൻ എനിക്ക് പരിചയമുള്ള പുലയരാകും കൃഷി ചെയ്യാൻ നമുക്ക് അറിഞ്ഞു അല്ല, പക്ഷേ കൃഷി പണി ചെയ്യണം. അതെന്തുകൊണ്ടാണ് അവരെ അത് മാത്രം അറിയുന്നവരാക്കി അവരെ അടിച്ചമർത്തി കഴിഞ്ഞിട്ടാണ്. ഈ അവിടെയാണ് ഈ ക്രിസ്ത്യാനികളെങ്കിലും കുറച്ചെങ്കിലും ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ അവർക്ക് അത് ഉണ്ടായിരുന്നു എങ്കിൽ അവരെ സഹായിക്കുകയെങ്കിലും ചെയ്യാൻ പറ്റും. അതൊന്നും ഒരു ക്രിസ്ത്യാനിയും ചെയ്തിട്ടില്ല. അത് കാരണം ഈ പുലയരെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ക്രിസ്ത്യാനിക്ക് പങ്കുന്നല്ല വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഈ പലയന്മാർ മന്നാങ്കണ്ടത്ത് അല്ല, ഞാൻ അങ്ങനെയല്ല, നമുക്ക് ഒരു അനുഭവം ഒരു അറിവ് പറഞ്ഞു എന്ന് മാത്രം. മന്നാങ്കണ്ടത്തുനിന്ന് കേട്ടിട്ടുള്ള 15 രൂപയ്ക്ക് വലിയ ബാങ്കിനെയും അവർ ഭാര്യനെയും കൊണ്ടുവന്നു. അവരിൽ നിന്നുണ്ടായിട്ടുള്ള മക്കൾ കുറ്റാപ്പിളി പേരുകളെ ജ്യോതി അങ്ങനെയുള്ള പേരുകളോടുകൂടി അതിലൊരു 2 കുടുംബം ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. ഇവർ ഈ പിള്ളേരായിട്ടുള്ള ആൾക്കാർ വലിയ ബാങ്കിനെ കുറ്റാപ്പിളിയുടെ മക്കൾ ഞങ്ങൾ വയനാട്ടിലേക്ക് വിറ്റു പോകുക എന്ന് കേട്ടു രാത്രി വിട്ടിറങ്ങി. പക്ഷെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരവിടെ ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഞാൻ ആമുഖം എഴുതിയ ഒരു ബുക്ക് വിനി പോൾ എഡിറ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇത് എക്സാക്ട്ലി ഈ കഥയാണ്. അതായത് ഈ കടത്തുരുത്തി രാമപുരം ഏരിയയിലെ പ്രധാനപ്പെട്ട കുറേ ക്രിസ്ത്യൻ കുടുംബങ്ങൾ മലബാറിലേക്ക് മൈഗ്രേറ്റ്. അപ്പോൾ അവർ അവിടെ പോയി കുറേ നന്നായി പോയപ്പോൾ ഇവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടായപ്പോഴാണ് പോയത്. അത് അവരുടെ ജോലിക്കാരായിരുന്നു പുതിയത് മനസ്സിലായി. ഇതവിടെ പോയാൽ ഗതി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരിൽ കുറച്ച് പേര് അന്നത്തെ അന്ന് CSI ഇല്ല, ആംഗ്ലിക്കൻ സഭയിൽ ചേർന്നത്. അവരുൾപ്പെടെ കുറേ പേര് 32 കുടുംബങ്ങൾ പുതിയ ഷെഡ്യൂൾ കാസ്റ്റ് അവർ അങ്ങോട്ട് പോയി അവർക്ക് പരിചയമുള്ളവരെയൊക്കെ അവർ ഇവർക്ക് വേണ്ടിയിട്ട് 2 ഏക്കർ, ഏറ്റവും കൂടുതൽ ഏക്കർ കിട്ടിയത് 2.5 ഏക്കർ സ്ഥലം ഒരു മുസ്ലിം മുതലാളിയുടെ സ്ഥലത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയും അവിടെ അവർ സെറ്റിൽ ചെയ്യുകയും. അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ കൂടി 1943 തലശ്ശേരി രൂപത ഉണ്ടായത്. 44 ഇവരെ കൂട്ടിയത് ഇവരെയും കൂടെ കൂട്ടി ഒരു ഇടവക സൃഷ്ടിച്ചു. ആ ഇടവകയിൽ ഒരു മെമ്പേഴ്സാണ്. ആദ്യം അവിടെ ഉണ്ടായിരുന്ന വൈദികൻ ഒരു ലിബറൽ
അച്ഛൻ ഇവരെ പ്രൊമോട്ട് ചെയ്യുകയും ഈ 3 കൈക്കാരന്മാരുണ്ട് ഈ ഇടവകയിൽ. അത് കൂടാതെ 4ാമത്തെ കൈക്കാരനെ അച്ഛൻ നോമിനേറ്റ് ചെയ്യും. അല്ലാതെ അപ്പോൾ ഇവരുടെ നോമിനേറ്റ് ചെയ്യും ഒക്കെ ചെയ്തു. അതോടുകൂടി ഇവർക്ക് ഭയങ്കരമായ, പക്ഷേ ഈ ആൾക്ക് കിട്ടിയ ജോലി ഈ ഞായറാഴ്ച കൊണ്ടുവരുന്ന സാധനങ്ങൾ ലേലം വിളിച്ച് ഇപ്പോൾ ഒരു ദിവസം അങ്ങനെ കുറേ നാളെ കാര്യങ്ങൾ നന്നാക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം രാഷ്ട്രീയത്തിൽ ശക്തി കാണിക്കുകയും 50-കളായപ്പോഴേക്കും അവരുടെ നേതൃത്വത്തിൽ ഈ ഭൂപരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് വരികയും ഒക്കെ ചെയ്തപ്പോൾ ഇവരുമായിട്ട് സ്നേഹത്തിൽ പ്രവർത്തിച്ചിരുന്ന സുറിയാനി കത്തോലിക്കർ അകലാൻ തുടങ്ങി. അപ്പം ഇടവകയിൽ തന്നെ 2 ഗ്രൂപ്പായി. ഒരു ദിവസം ഇയാൾ ലേലം വിളിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ ക്രിസ്തവ സംഘടനക്കാർക്ക് കുറുവടി, ആ കുറുവടി ബ്ലസ് ചെയ്ത് കൊടുത്തത് വിചാരിച്ചു ഇവിടെ തന്നെ. അപ്പോൾ ഒരു രക്ഷയില്ല, ഇവർ ഗതികെട്ട് ഇനി എന്ത് ചെയ്യും എന്ന് രാത്രിയിൽ ഇങ്ങനെ ആലോചിച്ചു. ഇവരെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നത് ഇരുട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂണിറ്റ്. അവർ ഇവരുടെ പേര് കള്ളക്കേസ് കൊടുക്കുമ്പോൾ കോടതിയിൽ പോകാൻ. അപ്പോൾ ഇവരിങ്ങനെ ഇന്ന് വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടത്തിൽ പ്രായമായ ഒരാൾ പറഞ്ഞു, തലശ്ശേരി വരെ വരാവുന്നതാണ്. തലശ്ശേരിയിലൊരു സായി അച്ഛനുണ്ട്. ആ അച്ഛനെ പോയി അദ്ദേഹം ഇവർ രാത്രിയിൽ പകല് പോകാൻ പറ്റില്ല, പകല് പോയാൽ അറിയുള്ളൂ. രാത്രിയിൽ നടന്നു ഇവിടെ നിന്ന് തലശ്ശേരി ഇവർ പിന്നെ ഇരുട്ടിക്കടുത്താണ്. തലശ്ശേരി ചെന്ന് തലശ്ശേരിയിലൊരു ജസ്വിറ്റ് അച്ഛൻ, അങ്ങേര് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുക. ഇവർ എന്നിവരുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അന്ന് തന്നെ രാവിലെ ഉടുപ്പൊക്കെ മാറി ഇവരുടെ കൂടെ ബസ്സിൽ കയറി ഇങ്ങോട്ട് വന്നിറങ്ങി ആദ്യമേ തന്നെ അടുത്ത പള്ളിയിൽ ചെന്ന് അവിടുത്തെ അച്ഛനോട് കാര്യങ്ങൾ. അപ്പോൾ അവിടുത്തെ അടുത്ത പള്ളിയിൽ അച്ഛനൊക്കെ പറഞ്ഞ് ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇവരൊക്കെ നിരീശ്വരവാദികളാണ്, ഇങ്ങനെയാണ്, ഇവരെ സഹായിക്കരുത്. എന്തായാലും അച്ഛനൊരു വിശ്വാസ യോഗ്യമായിട്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഓടിച്ച് ആവശ്യപ്പെട്ട് വരുന്നില്ല. അങ്ങനെ തിരികെ വന്ന് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർക്ക് ഓരോരുത്തർക്കും 2.5 ഏക്കർ വെച്ച് 9.5 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മിഷണറിമാരുടെ പണം അതിനായിട്ട് കൊടുത്ത് മേടിച്ച് ഇവരെ അവിടെ സെറ്റിൽ ചെയ്യിച്ച് എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, കോഴിക്കോട് രൂപതയിൽ ചെന്ന്, കോഴിക്കോട് ലത്തീൻ രൂപതയിൽ ചെന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കോഴിക്കോട് ബിഷപ്പ് അതും അന്നും സായിപ്പാണ് അന്നും അങ്ങനെ ഇവരെ ഈ ലത്തീൻ രൂപതയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് അതോടുകൂടി ഇവരുടെ ഒരു പുതിയ സ്വാതന്ത്ര്യം, പുതിയ ആ കഥ ഇവരെ ഇൻ്റർവ്യൂ ചെയ്ത് ഈ 32 കുടുംബത്തിൽ ആ ഒറിജിനൽ ആളുകളൊക്കെ മരിച്ചു, അവരുടെ മക്കളും മക്കളുടെ മക്കളും അവരെ ഇൻ്റർവ്യൂ ചെയ്ത് 1 അതിന് ആമുഖം എഴുതാനായിട്ട് ബുക്ക് ആരുടെ ഓദർ മാത്യു സദൻ മോഹൻ്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട MG യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ സന്ദേശം ഉള്ളടക്കം എന്താണ്, അതിനകത്ത് എന്താ പറയുന്നത്? ഉദ്ദേശിക്കുന്നത് തന്നെ ഈ സ്വാതന്ത്ര്യ സമരം
സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഇതിനകത്ത് ക്രിസ്ത്യൻസ് തന്നെയാണല്ലോ ഇവരെ ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്തതും ക്രിസ്ത്യൻസ് തന്നെയാണ്. ഇവരെ അടിച്ചമർത്തിയതും ക്രിസ്ത്യൻസ് തന്നെയാണ്. അടിച്ചമർത്തിയത് സുറിയാനി ക്രിസ്ത്യാനി, ഇവരെ രക്ഷിച്ചത് ലത്തീൻ കത്തോലിക്കൽ. ലത്തീൻ കത്തോലിക്കൽ എന്ന് പറഞ്ഞാൽ വിദേശിയായ ഒരു അച്ഛനാണ്. അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ഞാനെന്നിട്ട് ഇപ്പോഴും അവിടുത്തെ ബിഷപ്പ് ഉണ്ടല്ലോ പാമ്പ്ലാനി, അവിടുത്തെ ഒരു ഈ ഇടവകയിലെ തന്നെ ഞങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു, ഇത് അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഗാന്ധി സ്മാരക നിധി ഒരു അവാർഡ് കൊടുത്തു. അപ്പോൾ അവാർഡ് കൊടുക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുത്തു. അതിലവിടുത്തെ കോൺഗ്രസ് ആരായിട്ടുള്ള MLA-മാർ വേണ്ടിയത് ഉണ്ടായിരുന്നു. അധ്യക്ഷ ഉൾക്കാട് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ വെച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ പണ്ട് നടന്നതായിട്ട് ഇപ്പോൾ ചരിത്ര രേഖകൾ പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ട് ബംഗളൂരിനൊക്കെ പരിചയമുള്ള ആളുകളായിരിക്കും ഒക്കെ. അല്ല, ഇവരെയൊക്കെ പരിചയം കാണും ആളുകൾ. അല്ല, ഞാൻ പറഞ്ഞത് ഈ കണ്ണൂർ, വയനാട് അല്ല അവരറിയാം. ജനങ്ങളുടെ കുടിയേറ്റ ജനതയും അവിടെയുള്ള ആൾക്കാരും അവരും നമ്മളുമായിട്ടുള്ള ഞാൻ വ്യക്തിപരമായിട്ട് അല്ല, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കുടിയേറ്റത്തെക്കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ റിസർച്ച് വർക്ക്. അന്ന് ഞാൻ കയറി ഇറങ്ങാത്ത വീടുകളില്ല എൻ്റെ. പക്ഷേ ഈ കഥ ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും ഭയങ്കരമായ ഒരു സംഘർഷം ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുമില്ല. എൻ്റെ ബുക്കിലത് ഇല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളോടൊക്കെ നമ്മളെ ആശ്രിതരോ നമ്മളോട് അടുത്തുള്ള ആൾക്കാരുമായിട്ട് നിന്നിട്ടുള്ളവരോ എല്ലാം തന്നെയും നമ്മളങ്ങനെ ഒരു രണ്ടാം തരം ആയിട്ട് കണ്ടിട്ടില്ല. അത് മാത്രമല്ല, അവരങ്ങനെ നമ്മൾ ഭീഷണിപ്പെടുത്തി. സെക്കൻഡ് ഗ്രേഡാണ് പലരോണ്ടും, കുറച്ച് സെക്കൻഡ് ഗ്രേഡ് എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിലേക്ക് വന്നിട്ടില്ല. കല്യാണമൊന്നും അവർക്ക് കഴിച്ചു കൊടുക്കില്ല. എന്ത് വന്നാലും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരു കൂട്ടരുള്ളത് അമേരിക്കയിലെ ബ്ലാക്സാണ്. പക്ഷെ അമേരിക്കയിലെ ബ്ലാക്സിന് പോലും ഈ മുതലാളിമാരുടെ അല്ലെങ്കിൽ സായിപ്പന്മാരുടെ വീട്ടിനുള്ള ജോലി, വീട്ടിലുള്ള ബട്ട്ലർ ജോലി, പിന്നെ കുക്കിൻ്റെ ജോലി, സ്വീറ്റ് ക്ലീൻ ചെയ്യാൻ, ആ നല്ല നമ്പറും വേഷങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് അങ്കിൾ ടോമിനെ കുറിച്ചൊക്കെ ഉള്ള കഥകൾ. അവർക്ക് അത് അനുവദനീയമാണ്. പക്ഷെ ഇന്ത്യയിൽ അത് പറ്റില്ല. ഇവൻ വന്ന് ചോറ് വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല. അവൻ തൊട്ട ചോറുണ്ട്. മാത്രമല്ല, ചാക്കോയും മത്തായും ഒക്കെ കുഴിവെട്ടികളാണ്. നമ്മളിവരെ മാർഗവാസികൾ. ഞാൻ പറയുന്നത് അമേരിക്കയിൽ ഒക്കെ ഉണ്ടായിരുന്ന പോലുള്ള സ്ലേവറി ഇവിടെ ഇല്ല എന്ന് പല ചരിത്രകാരന്മാരും പറയാറുണ്ട്. അതിനേക്കാൾ ബോസായിരുന്നു ഇവിടുത്തെ സ്ലേവറി. അതിനേക്കാൾ ഇവിടെ ഇപ്പോൾ ഇത് നമ്മൾ പള്ളിയിൽ ആദ്യകാലത്തെല്ലാം കുഴിവെട്ടികളുണ്ടായിരുന്നു. ഈ വേപ്പലയിലും പറയലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് അല്ലേ നമുക്ക് നമ്മളെ അനുഭവം അങ്ങനെയാണ്. എന്ത് പറയുന്നത്, ഇപ്പോൾ ഈ ബിനാലെ വന്നല്ലോ ഇവിടെ കൊച്ചിയിൽ. ബിനാലെ വന്നപ്പോൾ കഴിഞ്ഞ ബിനാലേക്ക് സൗത്ത് ആഫ്രിക്ക എന്നൊരു ടീം, ഒരു ഗ്രൂപ്പ് വന്നു, ആർട്ടിസ്റ്റ്. അവർ കുറേ പോസ്റ്റേഴ്സുമായിട്ടാണ്. അവരൊരു പോസ്റ്റർ എക്സിബിഷൻ നടത്തി. സൗത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ സ്ലേവ്സിനെ ആണ് ജോലി ചെയ്യിപ്പിച്ചത്. അവരുടെ പേരുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് വെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ മലബാറെന്ന് വ്യക്തമായി പേരെഴുതിയ ഒരു കൂട്ടമാണുള്ളത്. അത് എത്ര വയസ്സുള്ളവർ? 14, 12, 13, 10 വയസ്സുള്ള കുട്ടികൾ. അപ്പോൾ ഇതേക്കുറിച്ച്, അപ്പോൾ ഇതിൻ്റെ അർത്ഥം മലബാറിൽ നിന്നും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ സമൂഹം എന്നെങ്കിലും അതേക്കുറിച്ച് ബോധം കിട്ടുന്നു. നമ്മുടെ ഒരു ചരിത്ര പുസ്തകത്തിലും ഇല്ലല്ലോ.
ഇത് ഒന്നും രണ്ടും അല്ലല്ലോ. എവിടെയാണ് സൗത്ത് ആഫ്രിക്കയിലും സൗത്ത് വെസ്റ്റ് ഇൻഡീസിലും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി? അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അതേക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് പലയിടത്തും. പിന്നെ മലയിലും മറ്റേ നസീർ ത്യാബ്ജി ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ തലകുനിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ട്രേഡ്, സ്ലേവ് ട്രേഡ് നടന്നിരുന്ന 2 സ്ഥലം ഇന്ത്യയിൽ, ഒന്ന് മാഹി, രണ്ടാമത്തത് കൊച്ചി. നമ്മുടെയൊക്കെ മൂക്കിന് താഴെയാണ് ഇത് നടന്നത്. കാലഘട്ടം ഏത് കാലഘട്ടമാണ്? കാലഘട്ടം ഏത് കാലത്താണ്? ത്രൂ ഔട്ട് ദ കൊളോണിയൽ പീരീഡ് ആണോ? 20-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇല്ലാതായിട്ടാണ്. പക്ഷെ എന്നുവെച്ചാൽ ആ സമയത്ത് ഈ വിൽബർ ഫോഴ്സും ഒക്കെ ഇംഗ്ലണ്ടിൽ സ്ലേവറിക്കെതിരായ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ഇന്ത്യയിൽ തന്നെ 1855 ആയപ്പോഴേക്ക് സ്ലേവറി ബാൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ടായി 1855 ബാൻ ചെയ്തു എന്ന് പറയുന്നത് ഡോക്ടർ എ വി ജോസിൻ്റെ പഠനമുണ്ട്. 1930 വരെ ഉള്ള റെക്കോർഡുകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ തുടരുന്നുണ്ടായിരുന്നു, വീണ്ടും ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. ഇവിടെ തുടരുന്നുണ്ടായിരുന്നു 1930 വരെ. അല്ല, ഇവിടെ നമ്മൾ ആഭ്യന്തര സ്ലേവറി അന്നേ ഉണ്ടല്ലോ, ആ കാലത്തിലുണ്ടായിരുന്നു. വയനാട്ടിലുണ്ടായിരുന്നു. വയനാട്ടിൽ 962 വരെ ഉണ്ടായിരുന്നു. വള്ളിയൂർക്കാവിൽ പണിയര് ഒരു കൊല്ലത്തേക്ക് വല്ലിക്ക് കെട്ടി 62. ആ 62-ലാണ് ഇതിനെക്കുറിച്ച് കേരളത്തിലെ ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു പുസ്തകം പാനൂർ എഴുതിയത്. അത് പിന്നെ യുനെസ്കോയിലൊക്കെ ചർച്ച വന്നു. നെഹ്റു കേട്ടു. നെഹ്റുവിന് വലിയ നാണക്കേടായി. അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഹോട്ടലായിട്ട് കോഴിക്കോട്ടേക്ക് വിളിച്ചു പറഞ്ഞു. ഈ കഴിഞ്ഞ 5 കൊല്ലം മുമ്പുണ്ടായ വേൾഡ് സെർവിറ്റ്യൂഡ് കോൺഫറൻസിൽ അത് തന്നെ റേസ് ചെയ്തു. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്ലേവറി ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ടോ? പിന്നെ ഇപ്പൊ വയനാട്ടിൽ ഇപ്പൊ പണിയുടെ ഇടയിലില്ലെങ്കിലും കൊടകിലേക്ക് പോയി കഴിഞ്ഞാൽ, കൊടക് കർണാടകത്തിലൊക്കെ ഇത് ഏകദേശം ഉണ്ട്. അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മേടം 1-ാം തീയതിയാണ്, മറ്റേത് മീനം 13-ാം തീയതിയായിരുന്നു. കൃത്യമായിട്ടൊരു കാലമൊക്കെ ഉണ്ട്. അപ്പോൾ സാറേ നമുക്ക് ചേർക്കാറുള്ളതാണ്. മൈക്കിൾ തരകൻ അളിപ്പിക്കാൻ സാറിനെ പരിചയമുള്ളവർക്കൊക്കെ കാണുമ്പോഴേ ഒരു സാറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് പറയാമോ? ഞാൻ തന്ന കാർഡല്ല, ഇതിനകത്ത്. PK മൈക്കിൾ തരകൻ, പാറായിൽ വല്യാള, കാക്കത്തുരുത്ത്, എരമല്ലൂർ PO 688-537, ആലപ്പുഴ ഡിസ്ട്രിക്ട്.